وعلى آله وصحبه أجمعين أما بعد ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒരു ഇസ്ലാമിക അന്തരീക്ഷമുള്ള കുടുംബം എങ്ങനെയാണ് വാർത്തെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. മക്കളെ പരിപാലിക്കുന്ന വേളയിൽ നിർബന്ധമായും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ഉണ്ടായി. അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത്, ഓരോ മാതാവും പിതാവും ഓരോ രക്ഷിതാവും മക്കളോട് അവർ നടത്തേണ്ട ഏറ്റവും വലിയ പരിപാലനത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. കാരണം അത് അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതാണ്. ആ സ്വാധീനം അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ഒരുപോലെ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുകയും വേണം. നമ്മൾ പറഞ്ഞു, ചില ആളുകൾ മക്കളുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ മക്കളുടെ എന്തെങ്കിലുമൊക്കെ കുസൃതിയോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാത്ത അനിഷ്ടകരമായ കാര്യങ്ങൾ കാണുമ്പോഴേക്കും അവരെ ശപിക്കുകയോ ശാപവാക്കുകൾ പറയുകയോ ഒക്കെ ചെയ്യും. ഇത് ഒരു വേള അവരുടെ ജീവിതം തന്നെ വലിയ നിലക്ക് തുലഞ്ഞു പോകാൻ, നശിച്ചു പോകാൻ അത് കാരണമായേക്കും. അത് മനുഷ്യന്റെ ഒരു മോശപ്പെട്ട സ്വഭാവമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. വയദുൽ ഇൻസാനു ബിശ്ശർരി ദുആഅഹു ബിൽ ഖൈർ. മനുഷ്യൻ നന്മക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ തന്നെ അവൻ തിന്മയും ദുആ ചെയ്യും, തിന്മയും അവൻ പ്രാർത്ഥിച്ചു കളയും. വകാനൽ ഇൻസാനു അജൂല. കാര്യങ്ങളൊക്കെ ശരിക്ക് വരുന്നത് വരെ കാത്തു നിൽക്കാത്ത തിരക്കുള്ളവനാണ് മനുഷ്യൻ എന്ന് അല്ലാഹു തആല ആക്ഷേപിച്ചു പറയുന്നുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഖതാദ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, യദ്ഉ അലാ മാലിഹി ഫയൽഅനു മാലഹു വലദ. അവൻ തന്റെ സമ്പത്തിനെ ചിലപ്പോൾ ശപിക്കും, തന്റെ വീടിനെ ശപിക്കും, വാഹനത്തെ ശപിക്കും, പ്രത്യേക ദേഷ്യവും മുൻകോപവും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ രൂപത്തിൽ കിട്ടിയതിനെ ശപിക്കും. ഫയൽഅനു മാലഹു വലദ. സമ്പത്തിനെയും കുട്ടികളെയും ഒക്കെ ചിലപ്പോൾ ശപിച്ചു കളയും. വലൗ ഇസ്തജാബ അല്ലാഹു ലഹു ലഅഹ്ലക. അല്ലാഹു എങ്ങാനും ഈ ദുആക്ക് ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ നശിച്ചത് തന്നെ എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് പറഞ്ഞ കഥ ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായി. മക്കൾക്ക് വേണ്ടി നല്ല നിലക്ക് ദുആ ചെയ്യുമ്പോൾ എത്ര മോശപ്പെട്ട മക്കളാണെങ്കിലും ശരി, നമ്മൾ ദുആ ഒരിക്കലും നിർത്താൻ പാടില്ല. അതിന് ഹൃദയ വിശാലത വളരെ അനിവാര്യമായ കാര്യമാണ്. നമ്മളോട് ഇങ്ങോട്ട് വെറുപ്പിക്കുന്ന, നമുക്ക് വെറുപ്പ് മാത്രം, നമുക്ക് അനിഷ്ടകരമായ കാര്യങ്ങൾ സമ്മാനിക്കുന്ന ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവരൊന്ന് ഇഷ്ടപ്പെടാൻ പോലും മനസ്സ് വിസമ്മതിക്കും. അപ്പോൾ അങ്ങനെ നമ്മളോട് വളരെ മോശമായി പെരുമാറിയാലും ശരി, വളരെ അതവില്ലാത്ത രൂപത്തിൽ സംസാരിക്കുന്നുവെങ്കിലും ശരി, നമ്മൾ ദുആ നിർത്താൻ പാടില്ല. അല്ലാഹുവിനോട് ആത്മാർത്ഥമായി, ഒരു ചടങ്ങ് എന്നുള്ള പോലെ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. ഉത്തരം കിട്ടുമെന്ന യഖീനോട് കൂടി നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും, അവസാന കാലഘട്ടത്തിൽ വെള്ളത്തിൽ വീണ് മരിക്കാൻ പോകുന്നവൻ രക്ഷയ്ക്ക് വേണ്ടി ആളുകളോട് എപ്രകാരം തേടുവോ അതുപോലെ അള്ളാഹിനോട്, മുങ്ങി മരിക്കാൻ പോകുന്ന ഒരുവൻ തേടുന്നത് പോലെ അള്ളാഹുവിനോട് തേടണം എന്നാണ്. അങ്ങനെ ഇൽഹാഹ് ആവർത്തിച്ച് മടുക്കാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സദാസമയം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളൊക്കെ തിരഞ്ഞെടുത്തിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പൊതുവായിട്ടുള്ള അവരുടെ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിക്കാൻ വേണ്ടി മക്കൾ നിസ്കാരക്കാരാകണമെന്ന് പ്രാർത്ഥിക്കാൻ. ഞാനൊരു നബിയല്ലേ, എന്തായാലും ഒരു നബിയുടെ മക്കളൊക്കെ അത്ര മോശമായി പോവോ എന്നൊന്നും ഒരു നിർഭയത്വം കാണിക്കാതെ അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കാൻ. ഒരു മനുഷ്യന്റെ അറിവിന്റെ അടയാളത്തിൽപ്പെട്ട കാര്യമാണ് അവൻ നശിച്ചു പോകുക എന്നുള്ള കാര്യത്തിന് ഭയപ്പെടുക എന്നുള്ളത്. നേരെ തിരിച്ചാണ് ചിലർ മനസ്സിലാക്കുന്നത്. ഒരേ അറിവുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നശിച്ചു പോകില്ല എന്നാണ് മനുഷ്യന്റെ ധാരണ. അല്ല, ഒരു മനുഷ്യന്റെ അറിവിന്റെ അടയാളമാണ് അവനെ ഹിദായത്തിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ അത് കൈവിട്ടു പോകുമോ എന്നുള്ള പേടി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഷിർക്കിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം ദുആ ചെയ്തിട്ടുണ്ട്. റബ്ബി ജിനുബ്നി വബനി അൻ നഅ്ബുദൽ അസ്നാം.
അള്ളാഹുവെ എന്നെയും എന്റെ കുടുംബത്തെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും നീ കാത്തു രക്ഷിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. വജ്നുബ്നി വബനി അൻ അഅ്ബുദൽ അസ്നാം എന്നാണ് ആ ദുആ. അതേപോലെ തന്നെ അദ്ദേഹം ദുആ ചെയ്യുകയാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുരിയതി, അള്ളാഹു എന്നെയും എന്റെ സന്താന പരമ്പരയിൽപ്പെട്ട എന്റെ മക്കളെയും ഒക്കെ നിസ്കാരക്കാരാക്കണമേ. കൃത്യമായി നിസ്കരിക്കുന്ന നിസ്കാരം, അത് സമയത്തിന് നിസ്കരിക്കുന്ന അവരാണ് മുഖീമുസ്സല, അങ്ങനെയുള്ള കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ എന്ന് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് അത് അമ്പിയാക്കളുടെ മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായി പഠിപ്പിച്ച ഇബാദുർ റഹ്മാനിന്റെ ദുആയാണ്. അത് നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, പണ്ഡിതന്മാർ വിശദീകരിച്ച് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ്, മക്കളുടെ പരിപാലനത്തിൽ അവരെ നന്നാക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങളുടെ സംസാരം എപ്പോഴും മക്കളോട് അങ്ങേയറ്റം കാരുണ്യമുള്ള രൂപത്തിലാക്കുക എന്നുള്ളതാണ്. റിഫ്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരുണ്യം, റഹ്മത്ത് മക്കളോട് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന റിഫ്ക ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാന. നീ നിന്റെ ഏതൊരു പ്രവർത്തനത്തിലും റിഫ്ക് ഉണ്ടെങ്കിൽ, വളരെ സോഫ്റ്റ് ആയിട്ട് നൈർമല്യത്തോടു കൂടി നീ അതിനെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിന്റെ ആ പ്രവർത്തനം അത് ഭംഗിയുള്ളതാക്കി തീർക്കുന്നതാണ്. വല യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാന. എന്നാൽ ഏതൊരു കാര്യത്തിൽ നിന്നാണോ റിഫ്ക് കൂരപ്പെടുന്നത്, റിഫ്ക് ഇല്ലാതായി പോകുന്നത്, തീർച്ചയായും അത് വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തുന്നതായിരിക്കും, വളരെ വഷളായി പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അത് കുട്ടികളെ പരിപാലിക്കുന്നതിൽ വലിയ സ്വാധീനമുള്ള കാര്യമാണ്. കുട്ടികളെ നമ്മൾ തിരിച്ചറിയണം. കുട്ടികളെ തിരിച്ചറിയണം, എന്താണ് അവരുടെ നിശബ്ദതയ്ക്ക് പിന്നിൽ, എന്താണ് അവരുടെ പ്രയാസത്തിന് പിന്നിൽ എന്ന് തിരിച്ചറിയാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം. അതല്ലാതെ എന്തിനും ഏതിനും കുട്ടികളെ ഒരു കാരുണ്യവും ഇല്ലാതെ ശകാരിക്കുക, എന്തിനും ഏതിനും അടിക്കുകയും വഴക്ക് പറയുകയും എന്നുള്ളത് മാത്രമല്ല യഥാർത്ഥത്തിൽ തർബിയത്തിന്റെ രീതി. നമ്മൾ പറയുന്ന നന്മകൾ, നമ്മൾ നേരത്തെ ഒരുപാട് നന്മകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു, അതൊക്കെ അവർ പെട്ടെന്ന് സ്വീകരിക്കാൻ ഏറെ സഹായകമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല മക്കളോട് നല്ല കമ്പനിയായി, നല്ല ഒരു ഉപ്പയേക്കാൾ ഒരു കൂട്ടുകാരനെ പോലെ, ഒരു ഉമ്മയേക്കാൾ ഒരു കൂട്ടുകാരിയെ പോലെ മക്കളോട് പെരുമാറുന്ന ഒരവസ്ഥ അതുണ്ടാകേണ്ടതുണ്ട്. കാരുണ്യം അവരോട് നന്നായി ഉണ്ടാകേണ്ടതുണ്ട്. എങ്കിലാണ് അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ പ്രയാസങ്ങൾ എന്താണ്, അവരെന്തുകൊണ്ടാണ് അധികം സംസാരിച്ചത്, എന്തുകൊണ്ടാണ് അവർ സംസാരിക്കാത്തത്, ഇതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം ചില കുട്ടികൾ, അത് പ്രത്യേകിച്ചും അത് സൈക്കോളജിക്കൽ പരമായി കുട്ടികൾക്ക് ഒരുപാട് അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ അവരോട് നല്ല രീതിയിൽ പെരുമാറിയാൽ മാത്രമേ അവർക്ക് പെരുമാറാൻ പറ്റുള്ളൂ, അവർക്ക് അത് പങ്കുവെക്കാൻ തോന്നുകയുള്ളൂ. അവരെപ്പോഴും ശകാരിക്കുന്ന ഒരാളോട് അവരുടെ വിഷമങ്ങളും അവരുടെ ഉള്ളിലുള്ള പ്രയാസങ്ങളും പലപ്പോഴും അവർ പറയാൻ മടിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നമുക്ക് വലിയ അധ്യാപനങ്ങൾ നടത്തി തന്നിട്ടുണ്ട്. മക്കളോട് എങ്ങനെ പെരുമാറണം, എത്ര കാരുണ്യത്തോടു കൂടി അവരോട് പെരുമാറണം എന്നുള്ളത് ശരിക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പേരമകനായ അൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമയെ, അലി റളിയല്ലാഹു അൻഹു മകൻ, ഫാത്തിമയുടെ മകൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ മകൻ അൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിക്കുകയാണ്. ചുംബിക്കുന്ന വേളയിൽ ഒരു മനുഷ്യൻ അടുത്തിരിക്കുന്ന ഒരു അറാബിയായ മനുഷ്യനാണ്, അതായത് ഗ്രാമീണനായ, പട്ടണങ്ങളിൽ നിന്നും അകന്നു കഴിയുന്ന ഒരു ഗ്രാമീണൻ അദ്ദേഹത്തിന്റെ അടുത്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുണ്ട്. അപ്പോൾ ഈ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചുംബിക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, ഇന്നലി അശറത മിനൽ വലദ് മാ ഖബ്ബൽതു മിൻഹും അഹദ. എനിക്ക് 10 കുട്ടികളുണ്ട്, ഒരെണ്ണത്തിനെ പോലും ഞാൻ ഇന്ന് വരെ ചുംബിച്ചിട്ടില്ല എന്ന് ഇയാൾ പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളിലേക്ക് നോക്കിയിട്ട് ഒരു വാക്ക് പറഞ്ഞു, മൻ ലാ യർഹമു ലാ യുർഹം. കാരുണ്യം അങ്ങോട്ട് കാണിക്കാത്തവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുകയില്ല, കാരുണ്യം ലഭിക്കപ്പെടുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ പറഞ്ഞതാണല്ലോ, ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണമെങ്കിൽ ആകാശത്തുള്ള അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ കാണിക്കേണ്ടത് നമുക്ക് ഏറ്റവും ബാധ്യതയും ഏറ്റവും കടപ്പാടുള്ള ആളുകളോടാണ്. പലപ്പോഴും നേരെ തിരിച്ചായി പോകുന്നുണ്ട്. വീട്ടിനകത്ത് വേണ്ടത്ര നല്ല അന്തരീക്ഷവും സ്വഭാവവും ഒക്കെ കാണിക്കാതെ പുറത്ത് ആളുകളോട് മാത്രം നല്ല സ്വഭാവവും നല്ല സംസാരവും ഒക്കെ കാണിക്കുക എന്നുള്ളത് പലപ്പോഴും ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അതൊരിക്കലും ശരിയല്ല. ദീനുൽ ഇസ്ലാം ഏറ്റവും നല്ല സ്വൽസ്വഭാവം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന അക്മലൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുലുഖ. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകൾ, നല്ല ഈമാൻ പൂർത്തിയാക്കിയ ആളുകൾ, നല്ല സ്വഭാവമുള്ള ആളുകളാണ്.
എന്നിട്ട് ഉടൻ തന്നെ പറഞ്ഞു ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹിം, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്മയുള്ള ആളുകൾ തന്റെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പോ ഒരു മനുഷ്യൻ അയാളുടെ ഏറ്റവും നല്ല ബാധ്യതയുള്ള ആളുകളോടാണ്, ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള ആളുകളോടാണ് ഏറ്റവും നല്ല സ്വഭാവം കാണിക്കേണ്ടത്. അതല്ലാത്ത ആളുകളോടും സ്വഭാവം കാണിക്കണം. കാരണം സൽസ്വഭാവം എന്നുള്ളത് ദീനുൽ ഇസ്ലാമിന്റെ ഒരു അടയാളമാണ്. ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ ഇടപാടുകളിലും സൽസ്വഭാവം നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് മക്കളോട് അത് കാണിക്കേണ്ടതുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറിയ കുട്ടികളെ ചുംബിക്കുക. അപ്പൊ അങ്ങനെ ചെറിയ കുട്ടികളെ ചുംബിക്കുക, അവരെ ആ ചെറിയ പ്രായത്തിൽ തന്നെ അവരോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾക്ക് എന്ത് തന്നെയായാലും മാതാപിതാക്കളോട് നല്ലൊരു ബന്ധം ഉണ്ടാവും. അത് ഒരു വേള മാതാപിതാക്കള് മോശത്തിലേക്ക് അഥവാ അറിവില്ലാത്ത മോശത്തിലേക്ക് ക്ഷണിക്കുന്ന ആൾക്കാരാണെങ്കിൽ ശരി, കുട്ടികൾ പെട്ടെന്ന് അത് സ്വീകരിക്കും. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ശരി, ഒരാളെ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ നല്ല സ്വഭാവം വളരെ സ്വാധീനിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നന്മയിൽ ആഗ്രഹിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല സ്വഭാവം എന്ത് ചെയ്യേണ്ടത്, കൊണ്ടു നടക്കേണ്ടത്. നേരെ ചിലപ്പോൾ തിരിച്ചായിരിക്കും. തിന്മയിലൊക്കെ ക്ഷണിക്കുന്നവരും തിന്മയുടെ പ്രചാരകരും ഒക്കെ നല്ല സ്വഭാവമൊക്കെ കാണിച്ച് ആളുകൾ എന്ത് ചെയ്യും, അവരിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, അവരിലേക്ക് അട്രാക്ഷൻ ഉണ്ടാകും. ചിലപ്പോൾ അവർ ബാഹ്യമായി കാണിക്കുന്നതായിരിക്കാം, പക്ഷേ ഒരാൾക്ക് സ്വഭാവം നന്നായിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ആദർശമാണോ എന്ത് കാര്യമാണോ പറയുന്നത് അതിലേക്ക് ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യും, പെട്ടെന്ന് വരും. അപ്പോൾ നന്മ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ആ നന്മ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിലും വളരെ വലിയ പ്രസക്തമായ കാര്യമാണ്. അപ്പൊ മക്കൾക്ക് ഈ പറഞ്ഞു കൊടുക്കുന്നത്, നീ ചിലപ്പോൾ നിസ്കരിക്കാൻ പറയുന്നുണ്ടാവും, നീ ചിലപ്പോൾ മക്കൾ എന്തെങ്കിലും മോശം കാണുമ്പോൾ തിരുത്തുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ തിരുത്തുമ്പോൾ സ്വഭാവം വളരെ റഫാണ്. നീ വളരെയധികം ആക്ഷേപിച്ചുകൊണ്ട് അവനെ എന്താ പറയാ, അവനൊരു അഭിമാനമില്ലാത്ത പോലെ നീ അങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു ആദരവ് ഇല്ലാതെ സംസാരിക്കുകയാണെങ്കിൽ അത് ഇഷ്ടപ്പെടുകയില്ല. അത് നമ്മൾ ആ പ്രായം കഴിഞ്ഞ് നമ്മളത് മറന്നുപോയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കടന്നുപോയതാണ്. ഒരാൾ ശകാരിക്കുമ്പോൾ പോലും അതൊരു പരിധി വിട്ട ശകാരമാകുമ്പോൾ ആ വ്യക്തി പറയുന്ന കാര്യത്തോട് പോലും വെറുക്കുന്ന അവസ്ഥയിലേക്ക് ചിലപ്പോൾ ആളുകൾ എത്തും. ചിലപ്പോൾ നമ്മൾ ആ ദീനിയായ ഗീറത്ത് കൊണ്ട് ആത്മരോഷം കൊണ്ടൊക്കെ പൊട്ടിത്തെറിച്ച് പറയുന്നതായിരിക്കാം, പക്ഷെ അതൊരിക്കലും ശരിയല്ല. അതൊരിക്കലും ദീനിന്റെ ഭാഷയിലും ശരിയല്ല, ബുദ്ധിപരമായി ആലോചിച്ചാലും ശരിയല്ല. അതൊരാൾ സ്വീകരിക്കാതിരിക്കാനാണ്, നിന്നിൽ നിന്ന് അകന്നു പോകാനാണ് എന്ത് ചെയ്യുന്നത്, കാരണമാകുന്നത്. അതുകൊണ്ട് കുട്ടികളോട് കരുണയോടുകൂടി വർത്തിക്കണം. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ പൊതുവെ പറഞ്ഞു കൊടുക്കാറുള്ള കാര്യമാണ്, നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള സമയത്തിൽ, അഥവാ നമ്മുടെ ക്വാളിറ്റി ടൈമിൽ പ്രധാനപ്പെട്ട ഒരു സമയം മക്കളോടൊപ്പം ചെലവഴിക്കാൻ ഒരാൾക്ക് സാധിക്കേണ്ടതുണ്ട്. പകല് മുഴുവനും അങ്ങനെ ദുനിയാവിന് വേണ്ടി അതുപോലെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി കഷ്ടപ്പെടുക. ചോദിക്കുമ്പോൾ ഒക്കെ കുടുംബത്തിന് വേണ്ടി തന്നെയാണ് പറയുന്നത്, കുടുംബത്തിന് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്. പക്ഷെ ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഈ അധ്വാനം മുഴുവൻ അത് ദുനിയാവിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ചിലപ്പോ കൈ നനയാതെ മീൻ പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ നീ ചിലപ്പോ മക്കൾക്ക് കൂടിയിട്ടുള്ള വീടും പറമ്പും ഒക്കെ നീ ചിലപ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ടാകാം, നല്ലത് തന്നെ. പക്ഷേ ഈ അധ്വാനത്തിനിടയിൽ അവർക്ക് ഏറ്റവും ആദ്യം നീ കൊടുക്കേണ്ട ദീനിപരമായ കാര്യങ്ങൾ നീ മറന്നുപോകാൻ. പല ആളുകൾക്ക് അത് മറന്നുപോകാൻ. ചിലപ്പോൾ ഗൾഫിലുള്ള മാതാപിതാക്കളായിരിക്കാം, രക്ഷിതാക്കളായിരിക്കാം, നാട്ടിൽ തന്നെ ബിസിനസ്സിന് വേണ്ടി നട്ടോട്ടം ഓടുന്ന ആളുകളായിരിക്കാം. പലപ്പോഴും കുട്ടികളോടൊപ്പം ഇരുന്ന് കുറഞ്ഞ നേരം, ഒരു അരമണിക്കൂറോ 15 മിനിറ്റോ ഒക്കെ ദിവസവും ഇരുന്ന്, എന്താണെന്ന് എല്ലാ നിസ്കാരമൊക്കെ കൃത്യം നിസ്കരിച്ചില്ലേ, പള്ളിയിൽ പോകാൻ പറ്റിയ പ്രായമായ മക്കളാണ്, പള്ളിയിൽ പറ്റി പോയില്ലേ, ഇന്നൊക്കെ പഠിക്കേണ്ടതൊക്കെ പഠിച്ചില്ലേ, അങ്ങനെ ദീനിയായ കാര്യത്തിന് മുൻതൂക്കം കൊടുത്ത് ആ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ അതിൽ കുറവുണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്യണം മോനെ, ഇന്ന് ചെയ്യണം മകള് എന്ന് പറഞ്ഞ് കുട്ടികളുമായി എപ്പോഴും നല്ല രീതിയിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടാകുന്ന സമയത്ത് അത് പറയാൻ അവർക്ക് പൊതുവെ ആളുകൾ അവർക്ക് ഏറ്റവും അറ്റാച്ച്മെന്റ് ഉള്ള ആളുകളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുള്ളൂ. അത് നമ്മളൊരു മാതാപിതാക്കൾക്കാകാൻ സാധിച്ചാൽ അതിനേക്കാളും മികച്ചൊരു കാര്യമില്ല. ഭക്ഷണം ഒരുമിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർക്ക് പ്രശംസിക്കേണ്ട കാര്യങ്ങൾ പ്രശംസിക്കുകയും അവർക്ക് ഗുണദോഷിക്കുന്ന സമയത്ത് വേണ്ട രൂപത്തിലുള്ള ഗുണദോഷങ്ങളൊക്കെ നൽകുകയും. അത് ചിലർ പറയാറുണ്ട്, കുട്ടികളെന്ന് പറഞ്ഞാല് അത് ചിലർ ഉദാഹരണങ്ങളായി പറയാറുണ്ട്, അതൊരു പട്ടം പോലെയാണ്. പട്ടം നമുക്കറിയാം, പട്ടം പറത്തണമെങ്കിൽ അതൊരു പ്രത്യേക അളവിൽ നമ്മൾ അതിനെങ്ങനെ പിടിച്ച് പറത്തണം. അത് പെട്ടെന്ന് നമ്മൾ അങ്ങ് അയച്ചു വിട്ട് കഴിഞ്ഞാൽ അത് അങ്ങ് പറന്നു പോകും. നമ്മൾ അയച്ചു വിട്ടാൽ അത് അങ്ങ് പറന്നു, പിന്നെ നമുക്ക് അതിനെ കിട്ടൂല. അത് എവിടെയെങ്കിലൊക്കെ പോയി കൊളത്തി കീറി പറഞ്ഞ് അത് എവിടെയെങ്കിലൊക്കെ നശിച്ചു പോകും. അതിനെ പെട്ടെന്ന് അങ്ങ് വലിച്ച് നമ്മൾ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അത് അപ്പോഴും അത് പൊട്ടിപ്പോകും. അതിന് കൃത്യമായി അതിന് നിയന്ത്രണം നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. വേണ്ടതുപോലെ അയക്കാനും വേണ്ടതുപോലെ തിരിച്ചു ചുരുട്ടാനും പറ്റുന്ന രൂപത്തിലുള്ള നിയന്ത്രണത്തിൽ വേണം കുട്ടികളെ കൊണ്ടുപോകാൻ. അതിന്റെ അപ്പുറത്തേക്ക് ഇഫ്രാത്തും തഫ്രീദ് ദീനിന്റെ അടിസ്ഥാനമാണ്. മധ്യമ നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് ദീനിന്റെ എല്ലാ മേഖലയിലും ഉള്ളതാണ്. വെറുതെ അങ്ങ് അയച്ചു വിടുക. മക്കളായിട്ട് ഭയങ്കര ഫ്രണ്ട്സാണ്, എന്തെടുത്തോ എല്ലാം ഫോണും കൊടുത്ത് അതും കൊടുത്ത് എല്ലാത്തിനും കൊടുക്കുക, അതാണ് മക്കളോട് സ്നേഹം എന്നൊരാൾ വിചാരിച്ചാൽ അത് നല്ല പരിപാലനമല്ല. അതല്ലെങ്കിൽ അവർക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ അവർക്ക് നമ്മളെ പേടിയാകുന്ന രൂപത്തിലുള്ള പെരുമാറ്റവും ഒരു കാരുണ്യവും ഇല്ലാത്ത ഒരു രൂപത്തിലുള്ള ഒരു
എന്താ പറയാ, അങ്ങനെ മോശപ്പെട്ട രീതിയിലാണെങ്കിൽ അത് വലിയ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. മറിച്ച് വളരെ കാരുണ്യത്തോടു കൂടി അത് ചെയ്യണം. അവരുടെ ദീനിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അവരോട് നല്ല രീതിയിൽ സഹോദരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആശയവിനിമയം നടത്തണം. അവരുമായിട്ടുള്ള വൈകാരിക ബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ശരിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ കാലഘട്ടത്തിന്റെ കുട്ടികൾ വ്യത്യാസമാണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. പഴയ കാലത്തെ കുട്ടികളെ പോലെ ഉള്ള മൈൻഡ് സെറ്റ് അല്ല ഇന്ന്. അന്നത്തെ അടവുകളൊന്നും ഇനി നടക്കൂല. അതാത് കാലഘട്ടത്തിൽ ആ കുട്ടികൾ അവർ കണ്ടു വളരുന്നതും അവർക്ക് ചുറ്റുമുള്ള സമൂഹമൊക്കെ വ്യത്യാസമാണ്. അതിനനുസരിച്ച് നമുക്ക് മാറ്റാം. ആ മാറ്റം എന്ന് പറഞ്ഞാൽ ദീൻ ഒഴിവാക്കിക്കൊണ്ടുള്ള മാറ്റമല്ല, നമുക്ക് ദീനിന്റെ അകത്തുനിന്ന് തന്നെ സാധ്യമാകുന്ന കാര്യമാണ്. അതൊക്കെ ശ്രദ്ധിക്കണം. അവർക്ക് ആ രൂപത്തിൽ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. അവർ തിരുത്തുന്ന വേളയിൽ പോലും അവർ തിരുത്തൽ സ്വീകരിക്കണമെങ്കിൽ അതിൽ നല്ല ബന്ധം വേണം. ഞാൻ ഒരാളെ തിരുത്തുമ്പോൾ നമുക്ക് വളരെയധികം നമ്മൾ ആദരിക്കുന്ന ഒരാളെ നമ്മളെ തിരുത്തിക്കാൻ നമുക്കത് തട്ടിമാറ്റാൻ കഴിയില്ല, നമുക്കത് സ്വീകരിക്കേണ്ടി വരും. ആ രൂപത്തിൽ അവർക്ക് എന്ത് ചെയ്യണം, ഫലപ്രദമാകുന്ന രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. വാക്കുകൾ അത് ശ്രദ്ധിക്കണം. അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള കാരുണ്യത്തിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയാൻ, അതായത് കുട്ടികളോട് കാണിക്കുന്ന കാരുണ്യം അത് സ്വർഗത്തിലേക്ക് എത്താൻ കാരണമാകും എന്നതിന്റെ തെളിവായിട്ട് ഉള്ളൊരു ഹദീസാണിത്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നുണ്ട്, അവർ പറയാണ്, ഒരിക്കൽ അവരുടെ അടുക്കലേക്ക് 2 പെൺമക്കളെയും കൂട്ടി ജാഅത്നി മിസ്കീല തഹ്മിലു ഇബ്നതൈനി, 2 ചെറിയ പെൺമക്കളെയും കൂട്ടിയിട്ട് ഒരു സ്ത്രീ വരികയുണ്ടായി. വളരെ ദരിദ്രയായ സ്ത്രീയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവർക്കുടൻ തന്നെ ഫതഅൻതുഹ 3 മറാത്ത്, ഒരുപാട് ഭക്ഷണം കൊടുക്കാൻ ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലും ഇല്ല. അവർ ദാരിദ്ര്യത്തോടുകൂടി ജീവിച്ച കുടുംബമാണ്, നബി കുടുംബമല്ല. അവരുടെ കയ്യിൽ 3 ഈത്തപ്പഴം ഉണ്ടായിരുന്നു. അത് 3ഉം ഈ സ്ത്രീക്ക് കൊടുത്തു. 2 പെൺകുട്ടികൾക്കും 1 ഈ സ്ത്രീക്ക്. ഈ സ്ത്രീ എന്ത് ചെയ്തു, ഒന്ന് അവരുടെ കയ്യിൽ വെച്ചു. ഫഅതത് കുല്ല വാഹിദത്തിൻ മിൻഹുമാ തംറ, ബാക്കിയുള്ള 2 ഓരോ കുട്ടികൾക്കും കൊടുത്തു. കുട്ടികൾ വിശപ്പ് കൊണ്ട് വേഗം കഴിച്ചു. ഈ സ്ത്രീ കഴിച്ചിട്ടില്ല, കഴിക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവൾ കഴിക്കാൻ വേണ്ടി വായിലേക്ക് വെക്കുന്ന സമയത്ത് തന്നെ 2 മക്കളും വിശപ്പ് കൊണ്ട് പിന്നെയും വേണം എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. കുട്ടികൾ അങ്ങനെയാണ്, ഉമ്മാനോടൊത്ത് സ്നേഹം ഉണ്ടായാലും ശരി ഉമ്മ തിന്നോ ഇല്ലെന്ന് കുട്ടിയൊക്കെ അറിയില്ല. കുട്ടികൾ വിശക്കുമ്പോൾ അവർ പിന്നെയും ചോദിക്കും. അപ്പോ കുട്ടികൾ ചോദിച്ചപ്പോ ഈ ഉമ്മ എന്ത് ചെയ്തു, ഈത്തപ്പഴം അത് 2ആയി ഭാഗിച്ചിട്ട്, അവൾ തിന്നാൻ ഉദ്ദേശിച്ച ഈത്തപ്പഴം, അവൾക്കും ഉണ്ട് വിശപ്പ്, ആ 2ആയി ഭാഗിച്ചിട്ട് ഈ 2 മക്കൾക്കും കൊടുത്തു എന്നാണ്. അവരത് വേഗം തിന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഫഅജബനി ശഅനുഹ, അവളുടെ കാര്യം എനിക്ക് വലിയ അത്ഭുതമായി തോന്നി. ഞാൻ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഉടനെ വീട്ടിൽ വന്ന് സംഭവിച്ച ഈ കാര്യം അത് പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴേക്കും ഈ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയായി എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹാ അൽ ജന്ന, ഈ ഈത്തപ്പഴം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ത്രീക്ക് സ്വർഗ്ഗം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഔതഖഹാ ബിഹാ മിനന്നാർ, അല്ലെങ്കിൽ നരകത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷിച്ചിട്ടുണ്ട്, മോചിപ്പിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു കുട്ടികളോട് കാണിച്ച ഈ ഒരു കാര്യം, അവർ ഈത്തപ്പഴം അത് കൊടുത്തതിന്റെ പേരിൽ, എത്രത്തോളം കാരുണ്യം കാണിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മൾ മഅറൂഫ് ആയിട്ടുള്ള ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നന്മകളിൽ ഒന്നിനെ നിങ്ങൾ നിസ്സാരമാക്കി കളയണ്ട. കാരണം അവിടുന്ന് പറഞ്ഞു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തഖുന്നാറ വലോ ബിശിഖ്ഖി തംറ, ഒരു ഈത്തപ്പഴ ചീള് കൊണ്ടെങ്കിലും നരകത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, തടുക്കാൻ സാധിക്കണം, നരകത്തിൽ രക്ഷപ്പെടാൻ സാധിക്കണം. അത് നേരെ അതിന്റെ പ്രാക്ടിക്കലായിട്ടാണ് ഇവിടെ ഈ സ്ത്രീ കാണിച്ചു കൊടുക്കുന്നത്. ഈത്തപ്പഴത്തിന്റെ ചീള്, 2 ചീളാണ് കൊടുത്തത്, അവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു. അപ്പൊ കുട്ടികളോട് കാണിക്കുന്നതിന് കാരുണ്യത്തിന്റെ ഉദാഹരണങ്ങളായി പണ്ഡിതന്മാർ ഇതൊക്കെ പഠിപ്പിച്ചു തരാണ്. ഇങ്ങനെ ധാരാളം കാണിക്കാൻ സാധിക്കും. മറ്റൊരു സമയത്ത് ഒരു ആള് വന്നിട്ട് ചുംബിക്കുന്നത് കണ്ടിട്ട് അത്ഭുതത്തോടു കൂടി പറഞ്ഞപ്പോൾ, അദ്ദേഹം ഇങ്ങനെ ചുംബിക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞിട്ടുള്ളത്, അവ അംലികു ലക അൻ നസഅല്ലാഹു മിൻ ഖൽബിക റഹ്മ, അല്ലാഹു നിന്റെ ഹൃദയത്തിൽ നിന്നും കാരുണ്യം എടുത്തു കളഞ്ഞാൽ എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് വളരെയധികം കരുണയോടുകൂടി നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ട്, അല്ല നല്ല രീതിയിൽ അവരോട് മിതത്വം കാണിക്കുക. അമിതമായ സ്വാതന്ത്ര്യം കൊടുക്കാനല്ല പറയുന്നത്, എന്നാൽ ഒരു മിതത്വം കാണിക്കുക. തീരെ ഒരു സ്വാതന്ത്ര്യമില്ല. ചില ആളുകൾ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. ഒന്നിനും അവർക്ക് അഭിപ്രായം പറയാൻ പാടില്ല, നമ്മൾ പറയുന്നതൊക്കെ അവർ കേട്ടിരിക്കണം, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം, തെറ്റാണെങ്കിലും കേൾക്കണം. എന്നിട്ട് നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ അത് തിരുത്തി കൊടുക്കണം. എന്തുകൊണ്ടാണ് ചില കുട്ടികൾക്ക് അത് ജിജ്ഞാസയുണ്ടാകും, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത്, അത് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ട് അവരെ നന്നാക്കി കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും ഇത് വലിയ
ഉപകാരമുണ്ടാകും. ആ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തർബിയത്ത് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ സഹോദരങ്ങളെ, വേണ്ട രൂപത്തിൽ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ അതാത് സമയങ്ങളിൽ നമ്മൾ നൽകണം കുട്ടികൾക്ക്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ദീനിന്റെ അടിസ്ഥാനങ്ങൾ നമ്മൾ നേരത്തെ അതിന്റെ അടിസ്ഥാനം അഖീദ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമുതൽ അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്ത് ചെയ്യാൻ പാടുണ്ട്, ദീനിൽ എന്ത് ചെയ്യാൻ നമുക്ക് നിർദ്ദേശമുണ്ട്, എന്ത് ചെയ്യാൻ പാടില്ല. അതിനും ഈ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ആരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല? അള്ളാഹു ആണ് ഈ കാണുന്ന അനുഗ്രഹങ്ങളെല്ലാം നൽകിയത്. ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കെ അവനെ നമ്മൾ ധിക്കരിക്കുക എന്നുള്ളത് പാടില്ല. അല്ലെ? അവർക്ക് ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുക്കുക. ഒരാൾ നിനക്ക് നിന്റെ കയ്യിൽ ഒരു 100 രൂപ തന്നു, എന്നിട്ട് ഇന്ന കാര്യങ്ങളിലൊക്കെ ചെലവാക്കാൻ പറഞ്ഞു. 10 രൂപ ഇന്ന് പാവപ്പെട്ടവന് കൊടുക്കണം, 10 രൂപ ഇന്ന ആൾക്ക് കൊടുക്കണം, ബാക്കി നീ നിന്റെ ആവശ്യത്തിന് എടുത്തോളൂ എന്നൊരാൾ പറഞ്ഞിട്ട് നമ്മൾ വളരെയധികം നമുക്ക് സ്നേഹത്തോടു കൂടി ഒരാൾ 100 രൂപ തന്നാൽ നമ്മൾ അയാൾ പറയുന്നത് കേൾക്കൂല. 10 രൂപ അവിടെയും കൊടുക്കൂല, 10 രൂപ ഇവിടെയും കൊടുക്കൂല. എന്നിട്ട് അയാൾക്ക് ഇഷ്ടമല്ലാത്ത, പറഞ്ഞ ആൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യത്തിലൊക്കെ അത് ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ എങ്ങനെയായിരിക്കും വിലയിരുത്തുക? എത്ര വലിയ നന്ദി കെട്ടവനാണ് ഇയാൾ. 10 രൂപ ആയതുകൊണ്ട് അല്ല, വലിയൊരു പണമാണെങ്കിലും അയാൾ എത്ര നന്ദി കെട്ടവൻ. അയാൾ പറഞ്ഞു അയാൾ ഇന്നെന്നാ കൊടുക്കുക, ബാക്കി നീ എടുത്തോളൂ, ആ മോശത്തിനൊന്നും ചെലവഴിക്കരുത് എന്നൊരാൾ പറഞ്ഞിട്ട് അയാൾ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ പറയും എത്ര നന്ദി കെട്ടവനാണ്. നമ്മൾ ചിന്തിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് നമുക്ക് നൽകിയ സമ്പത്ത് മുഴുവനും നൽകിയിട്ടുള്ളത്. അവനാണ് ഈ നൽകിയ അനുഗ്രഹങ്ങൾ മുഴുവൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇന്നത്തെ സമൂഹം നമ്മൾ ലിബറൽ സമൂഹമാണ്. നമുക്ക് ചിന്തിക്കാനും അങ്ങനെ മതങ്ങൾക്കൊന്നും നമ്മുടെ തീരുമാനങ്ങളിൽ കൈകടത്താൻ അവകാശമില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. ആരാണ് നമ്മൾ? നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്. നമ്മൾ സ്വയം ഉണ്ടായവരല്ല. ഈ കാണുന്ന കാര്യങ്ങളൊന്നും നമ്മൾ സൃഷ്ടിച്ചതല്ല. നമ്മൾ ഭൂമിയിൽ നിന്ന് വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ഒരു വസ്ത്രവും ഇല്ലാതെയാണ് ഭൂമിയിലേക്ക് വന്നത്, കയ്യിൽ ഒരു പണവും ഇല്ലാതെയാണ് ഭൂമിയിലേക്ക് വന്നത്. ഈ കാണുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സൃഷ്ടിച്ചു തന്ന ഒരു സൃഷ്ടാവുണ്ട്. ഇവിടെ നമുക്ക് ലഭിക്കുന്ന വായുവാകട്ടെ, വെള്ളമാകട്ടെ, ഭക്ഷണമാകട്ടെ, ഇതൊന്നും ഞാനായിട്ട് സൃഷ്ടിച്ചതല്ല. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. ആ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമായിട്ടുള്ള മാർഗങ്ങൾ പറഞ്ഞയച്ചത് അമ്പിയാക്കളിലൂടെയാണ്. അവരുടെ ഈ ഗ്രന്ഥങ്ങളിലൂടെ, അത്ഭുതം നിറഞ്ഞ അമാനുഷികതകൾ നിറഞ്ഞ ഈ ഗ്രന്ഥങ്ങളിലൂടെ കൃത്യമായി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇരു ലോകത്തും നമുക്ക് സൗഭാഗ്യം ലഭിക്കുന്ന കാര്യമാണ്. അങ്ങനെ അടിസ്ഥാനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം. ചെറിയ പ്രായത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. ഈമാൻ കാര്യങ്ങളെക്കുറിച്ച്, ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ സമൂഹത്തിൽ നടക്കുന്ന തിന്മകളെ കുറിച്ച് അവർക്ക് ധാരണ ഉണ്ടാക്കി കൊടുക്കണം. അതിൽ നമ്മൾ വലിയ നാണം കാണിക്കാൻ പാടില്ല. അല്ല, അനാവശ്യമായ നാണങ്ങൾ അത് പലപ്പോഴും വലിയ അപകടം തന്നെയാണ്. കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമുക്ക് ലുക്മാൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ലുക്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം ആരംഭിച്ചിട്ടുള്ളത് തൗഹീദ് കൊണ്ടാണ്. വഇദ് ഖാല ലുക്മാനു ലിബ്നിഹി എന്ന് പറഞ്ഞ തൗഹീദ് കൊണ്ട് ആരംഭിക്കുകയാണ്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുറാഖബത്തിനെ കുറിച്ച്, അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്ന കാര്യത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാതാപിതാക്കളോടുള്ള ബാധ്യതകളെ കുറിച്ച്, കടമകളെ കുറിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കണം മാതാപിതാക്കളോട് കാണിക്കേണ്ട അനുസരണയെ കുറിച്ച്. നമ്മളോട് കാണിക്കേണ്ട ബാധ്യതയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നാണം കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ കടമയോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങൾ മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണം എന്നുള്ളത് ചെറിയ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. അത് ഉപ്പ എന്ത് ചെയ്യണം? ഉമ്മാനോട് കാണിക്കേണ്ട ബാധ്യത പറഞ്ഞു കൊടുക്കണം. ഉമ്മ എന്ത് ചെയ്യണം? അത് ഉപ്പാനോട് കാണിക്കേണ്ട ബാധ്യത പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. അതല്ലാതെ ഉമ്മ എപ്പോഴും ഉപ്പാനെ കുറ്റം പറയുക, അല്ലെങ്കിൽ ഉപ്പ എപ്പോഴും ഉമ്മാനെ കുറ്റം പറയുക, അങ്ങനെയല്ല മക്കളുടെ മുന്നിലേക്ക് വേണ്ടത്. അങ്ങനെ മക്കൾക്ക് തോന്നാൻ പാടില്ല. മറിച്ച് രണ്ടുപേരും അത് ബുദ്ധിപരമായ കാര്യം പറഞ്ഞു കൊടുക്കണം. ഉമ്മയാകുമ്പോൾ ഉപ്പാന്റെ കാര്യം, ഉപ്പാനോട് കാണിക്കേണ്ട ഹദീസുകളും അതിൽ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ, ഉപ്പ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ വസത്താണ്. നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ അതിനെ പാഴാക്കി കളയുക, അല്ലെങ്കിൽ നിനക്കത് ലഭിക്കുന്നതാണ്, അതിലൂടെ നിനക്ക് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഉമ്മയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. സ്വർഗത്തിലേക്ക് എത്താൻ നിനക്കേറെ സഹായകമായ കാര്യമാണ് ഉമ്മ. ഉമ്മയെ അനുസരിക്കണം, പറഞ്ഞത് കേൾക്കണം. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. മാതാപിതാക്കളെ കുറിച്ച് അനുസരിക്കേണ്ട കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്.
അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുസരണക്ക് മുന്നിലായി മറ്റൊരാളെയും അനുസരിക്കേണ്ടതില്ല. അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ അനുസരണം പറഞ്ഞ ഉടനെ തന്നെ വഇൻ ജാഹദക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ. ഇനി നിന്റെ ഈ മാതാപിതാക്കൾ, ഇത്ര ബാധ്യതയുള്ള മാതാപിതാക്കൾ നിന്നോട് ശിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ പോലും അവർ അതിനനുസരിക്കേണ്ടതില്ല. വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൽ അവരോട് മാന്യമായി നീ പെരുമാറണം, അപ്പോഴും അനുസരിക്കാൻ പാടില്ല. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടിമകളെ ഒരിക്കലും തന്നെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അനുസരിക്കാൻ പാടില്ല. അള്ളാഹിനെ ധിക്കരിച്ച് അടിമകളെ അനുസരിക്കുക എന്നുള്ളത് പാടില്ല. ഇത് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവാണ് നിരുപാധികമായി അനുസരിക്കപ്പെടേണ്ടവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നിരുപാധികമായി അനുസരിക്കപ്പെടേണ്ടവൻ. ബാക്കിയുള്ളവരോടുള്ള അനുസരണം അവർ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുമ്പോൾ മാത്രമാണ്. അവരെങ്ങാനും അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കാൻ പറഞ്ഞാൽ എത്ര ബാധ്യതപ്പെട്ടയാളാണെങ്കിലും ശരി, അവരോട് എന്ത് ചെയ്യണം? അത് നീ ധിക്കരിക്കണം, അതനുസരിക്കാൻ പാടില്ല. അതാര് പറഞ്ഞാലും അനുസരിക്കാൻ പാടില്ല. നിന്നോട് മോഷ്ടിക്കാൻ, നിന്നോട് കക്കാൻ, നിന്നോട് എന്തെങ്കിലുമൊക്കെ ഹറാമുകൾ ചെയ്യാൻ നിനക്ക് എത്ര ബാധ്യതപ്പെട്ട ആൾ പറഞ്ഞാലും അത് അനുസരണം നിനക്കില്ല. കാരണം അത് അള്ളാഹു വിലക്കിയ കാര്യമാണ്. അള്ളാഹു വിലക്കിയ കാര്യത്തെ കൽപ്പിക്കാൻ നീ ആയിട്ടില്ല. അള്ളാഹു കൽപ്പിച്ച കാര്യം അത് പാഴാക്കാൻ പറയാൻ നീ ആയിട്ടില്ല. നിസ്കരിക്കരുതെന്ന് പറയാൻ, നോമ്പെടുക്കരുതെന്ന് പറയാൻ, സകാത്ത് കൊടുക്കരുതെന്ന് പറയാൻ, അങ്ങനെയുള്ള കാര്യം പറയാനായിട്ടില്ല. കാരണം അത് അള്ളാഹുവിനെ ധിക്കരിക്കലാണ്. അത് ആ രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ ലുഖ്മാൻ നിസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. നിസ്കാരം അത് നിലനിർത്തുന്നതിന്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ആളുകളോട് നന്മ കൽപ്പിക്കേണ്ട കാര്യത്തെക്കുറിച്ചും തിന്മ വിരോധിക്കേണ്ട കാര്യത്തെക്കുറിച്ചും അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ജനങ്ങളോട് പെരുമാറുന്ന വേളയിൽ ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കാൻ അത് പറഞ്ഞു കൊടുക്കുന്നത് കാണാൻ സാധിക്കും. ജനങ്ങളോട് ആളുകൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്, ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അവരെ താഴ്ത്തിക്കെട്ടുക, അത് അഹങ്കരിക്കുക എന്ന് പറയുന്നത്. അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ ചെറുതായി കാണലുമാണ്. അതുണ്ടാകാൻ പാടില്ല. ജനങ്ങളെ എന്ത് ചെയ്യുക? അവരെ അവഗണിക്കുക, അവരോട് മോശം രീതിയിൽ സംസാരിക്കുക, ഇതൊക്കെ വളരെ കൃത്യമായി ലുക്മാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ നടത്തത്തിലാകട്ടെ, ശബ്ദത്തിലാകട്ടെ ഈ മിതത്വം കാണിക്കുക, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കാണാൻ സാധിക്കും. ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമാണ്. അതിന്റെ ചുരുക്കം സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ഉപ്പ എന്നുള്ള നിലയിൽ, ഒരു ഉമ്മ എന്നുള്ള നിലയിൽ മക്കൾക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് ഈ ലുഖ്മാനിന്റെ ഈ ഒരു സൂറത്ത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പേരിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ലുഖ്മാനിന്റെ ഉപദേശങ്ങൾ അതിന്റെ 2ാമത്തെ പേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ വിശദീകരണങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടതാണ്, വിശദീകരണങ്ങൾ വായിക്കേണ്ടതാണ്. അത് കൃത്യമായി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. തീർന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളുടെ മാതൃകയും ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്പിയാക്കൾ അവരുടെ മക്കൾക്ക് ഉപദേശം കൊടുത്ത കാര്യം എന്തിനാണ്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അമ്പിയാക്കൾ അവരുടെ മക്കൾക്ക് നൽകിയ ഉപദേശം അള്ളാഹു സുബ്ഹാനഹു വ തആല ഭാഗം എടുത്തിട്ട് ഖുർആനിൽ ഉൾപ്പെടുത്തിയത് എന്തിനാണ്? നമ്മൾ ചിന്തിക്കണം. ഖുർആൻ ഒരു ആയത്ത് ഓതുന്ന സമയത്ത് എന്തിനായിരിക്കും ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്ത് വന്നത്? വെറുതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് കൊടുക്കുകയില്ല. വെറുതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം അതിൽ കൊടുക്കുകയില്ല. ഖുർആനിന്റെ മുഴുവൻ കാര്യങ്ങളും അത് ഒന്നുകിൽ നമുക്ക് സ്വർഗത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന കാര്യമായിരിക്കും. വെറുതെ ഒരു കാര്യം ഖുർആനിലില്ല, ഒരു കഥയുമില്ല, വെറുതെ ഒരു തമാശ ഖുർആനിലില്ല, ഒരു കാര്യമില്ലാത്തൊരു കാര്യം ഖുർആനിൽ കൊടുത്തിട്ടില്ല, ഒരു ഹർഫിന് പോലും വിലയില്ലാത്തതില്ല. നോക്കൂ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യം അള്ളാഹു തആല പറയുന്നുണ്ട്. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കൾക്ക് വസിയത്ത് നൽകി. വയഅഖൂബു, യഅഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമും തന്റെ മക്കൾക്ക് വസിയത്ത് നൽകി. യാ ബനിയ ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീൻ. എന്റെ മക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദീന് തെരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. ഇത് വലിയ അനുഗ്രഹമാണ്. നമ്മൾ മക്കൾക്ക് പറഞ്ഞു, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ലോകത്തെ മനുഷ്യന്മാർ പലതിനെയും ആരാധിക്കുന്നു, പല ചിന്തകളും പല പ്രത്യയശാസ്ത്രങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹ് വലിയൊരു അനുഗ്രഹമാണ്. ആകാശഭൂമികളെ പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ, അവന് മാത്രം വണങ്ങാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തെരഞ്ഞെടുത്തു. ആ ഒരു ദീനിന്റെ ആളുകളാകാൻ നമ്മളെ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് എന്ത് വേണം? ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം യഅ്ഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറഞ്ഞ കാര്യമാണ്. മരിച്ചു പോകുമ്പോൾ മുസ്ലിം അല്ലാതെ മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നീ മുസ്ലിം ആയിരിക്കണം എന്നാണ്. ഇസ്ലാം കൈവിടുന്ന ഒരു ദിവസവും ഒരു മണിക്കൂർ ഉണ്ടാകാൻ പാടില്ല. കാരണം ഏത് ദിവസം മരിച്ചു എന്ന് ഒരാൾക്കും അറിയില്ല, ഏത് സെക്കൻഡിലാണ്, ഇത് മണിക്കൂറിലാണ് മരിച്ചു പോകാൻ അറിയില്ല. അതാണ് ഇതിന്റെ അർത്ഥം. എപ്പോഴും നീ മുസ്ലിമായി ജീവിക്കണം എന്നാണ് അർത്ഥം. മുസ്ലിം അല്ലാതായി നീ മരിക്കാൻ പാടില്ല എന്നുള്ളത് അവർ പറഞ്ഞു കൊടുക്കുകയാണ്. അത് അമ്പിയാക്കള് മക്കൾക്ക് ഉപദേശങ്ങൾ നൽകുകയാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അം കുൻതും ശുഹദാ, താങ്കൾ സാക്ഷിയായിരുന്നോ? സാക്ഷി ആയിട്ടില്ല. പക്ഷെ ആ കാര്യത്തിന്റെ ആ ഭംഗിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുക്കാൻ. ഇത് ഹളറ യാഖൂബ് അൽ മൗത്ത്, യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മരണാസന്നമായി കിടക്കുന്ന വേളയിൽ, മരിക്കാൻ പോകുന്ന വേളയിൽ പറയുന്ന വാക്കാണ് ഇത് ഖാല ലി ബനീഹി, മക്കളോട് പറഞ്ഞ ആ വേള. മാ തഅബുദൂന മിൻ ബഅദി, മക്കളെ നിങ്ങൾ എനിക്ക് ശേഷം
നിങ്ങൾ ആരെയാണ് ഇബാദത്ത് ചെയ്യുക? ഖാലു നഅബുദു ഇലാഹക്. മക്കളോട് ചോദ്യം ചോദിക്കണം. എനിക്ക് ശേഷം ആരെയാണ് ഇബാദത്ത്? എനിക്ക് ശേഷം എന്റെ സമ്പത്തിന്റെ കാര്യത്തിനല്ല ചോദിക്കുന്നത്. എനിക്ക് ശേഷം എന്റെ ഈ വീട്ടിന്റെ കാര്യങ്ങൾ എന്ത് തീരുമാനം എടുക്കും? അത് കൃത്യമായി പാർട്ടിഷൻ ആക്കുവോ? അങ്ങനത്തെ അതല്ല അദ്ദേഹത്തിന്റെ ടെൻഷൻ. അദ്ദേഹം മരിക്കാൻ നേരത്തും അദ്ദേഹത്തിന്റെ ടെൻഷൻ തൗഹീദിന്റെ വിഷയമാണ്. എനിക്ക് ശേഷം ഞാൻ നബിയാണല്ലോ, യക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്, നബിയാണ്. അപ്പോൾ ഞാൻ അള്ളാഹുലേക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ ജീവിതം മുഴുവനും ദഅവത്ത് ചെയ്ത മനുഷ്യനാണ്. എനിക്ക് ശേഷം നിങ്ങൾ ഇനി അള്ളാഹുവിനെ ഒഴിവാക്കി വേറെ ആരെങ്കിലും ഒക്കെ ഇബാദത്ത് ചെയ്യോ? അദ്ദേഹം ഒന്നുകൂടി അവരുടെ മനസ്സിൽ ഇട്ട് കൊടുത്തിട്ടാണ് മരിക്കാൻ പോകുന്നത്. മാ തഅബുദൂന മിൻ ബാദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ഇബാദത്ത് ചെയ്യുക? അവർ പറഞ്ഞു ഖാലു നഅബുദു ഇലാഹക്, ഞങ്ങൾ നല്ല മക്കളാണ്. അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ ഇലാഹിനെ തന്നെയാണ്. വ ഇലാഹ ആബായിക ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെയും ഇസ്മാഈൽ ഇസ്ഹാഖിന്റെയും ഒക്കെ ഇലാഹൻ വാഹിദ്, അവർക്കൊക്കെ ഒറ്റ ഇലാഹ ഉണ്ടായിട്ടുള്ളൂ, വേറെ ഇലാഹില്ല, ഒരൊറ്റ ഇലാഹിന്. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് കീഴൊതുങ്ങുന്ന മുസ്ലിമീങ്ങളാണ് എന്ന സന്തോഷ വാർത്ത മരിക്കുന്ന വേളയിൽ ആ മക്കൾ ആ പിതാവായ യക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മറുപടിയായി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നോക്കണം, മാതാപിതാക്കൾ തൗഹീദിന്റെ കാര്യം മരിക്കുന്ന വേളയിൽ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മരിക്കുന്ന വേളയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ എത്രമാത്രം ഒരു നബി ഇങ്ങനെ ഗൗരവത്തിൽ മക്കളുടെ വിഷയത്തിൽ എന്റെ മക്കൾ എങ്ങാനും തൗഹീദ് തെറ്റിപ്പോവോ, എന്റെ മക്കളൊന്നും അങ്ങനെ ദീനിൽ തെറ്റിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് ഉപദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം അതിന് നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ആയത്തും ഹദീസും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ചിന്തിക്കണം. അതല്ലെങ്കിൽ ഇനിയെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി തരണം. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ കൊടുത്തതല്ല. തൗഹീദിന് പ്രാധാന്യമുണ്ട്, മാതാപിതാക്കൾക്ക് മക്കളോട് അത്രയും ബാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നോക്കൂ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അദ്ദേഹത്തിന്റെ ഒരു ഉപദേശത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പുകഴ്ത്തി പറയുന്നുണ്ട്. അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ് അള്ളാഹു. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കുടുംബത്തിനോട് നിസ്കാരവും സകാത്തും കൽപ്പിക്കുമായിരുന്നു എന്നാണ്. കുടുംബത്തിനോട് നിസ്കരിക്കാൻ. നബിമാരെന്ന് പറഞ്ഞാൽ അങ്ങനെ അവര് ദഅവത്തുമായി നടക്കുക, അവരൊക്കെ നിസ്കരിച്ചോളും എന്നല്ല. കുടുംബത്തിനോട് നിസ്കരിക്കണം. മക്കളോട് പറയാൻ ചെറിയ പ്രായത്തിൽ തന്നെ മുറു ഔലാദക്കും വഹും അബ്നാഉ സബ്ഇൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 7 വയസ്സാകുമ്പോൾ കുട്ടികളോട് എന്ത് ചെയ്യണം? നിസ്കാരം കൽപ്പിക്കണം. വദ്രിബൂഹും അലൈഹാ ബിഅശ്രിൻ, അവർ 10 വയസ്സായിട്ടും എന്ത് ചെയ്യണം? നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കണം. അടിയൊക്കെ വളരെ കൃത്യമായി ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അവരെ മുറിവേൽപ്പിക്കുന്ന രൂപത്തിലല്ല, ഗൗരവമുള്ള കാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ 10 വയസ്സ് എന്ന് പറയുന്ന കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, അവൻ നിർബന്ധവുമല്ല. പക്ഷേ നിർബന്ധ ബുദ്ധിയാൽ അവരെ ക്ഷീണിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഉടനെ പ്രായപൂർത്തി എത്താനായിട്ടുണ്ട്. പ്രായപൂർത്തി എത്തിയ ഒരു നിസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതവന്റെ ഇസ്ലാമിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള വ്യത്യാസം മാത്രമാണ്. ആരാണോ നിസ്കാരം ഉപേക്ഷിച്ച് അവൻ കാഫിറായി തീരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് അതിന്റെ ഗൗരവം കൊണ്ട് നിസ്കാരം എങ്ങാനും അവനെ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. 7 വയസ്സ് മുതൽ തുടങ്ങണം. 15 വയസ്സ് അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള ഒരു വയസ്സിൽ പ്രായപൂർത്തിയാവും. 7 വയസ്സ് മുതൽ ഉപദേശം തുടങ്ങുകയാണ്. കാരണം നിസ്കാരം അത്ര ഗൗരവമുള്ള കാര്യമാണ്. മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള വക്ത് വരെ ഒരാൾക്ക് നിസ്കരിക്കണം, പിന്നെ ഇളവില്ല. അവന്റെ ബുദ്ധി പോകണം, പിന്നെ അളവുണ്ടെങ്കിലും. രോഗിയാകട്ടെ, യാത്രക്കാരനാകട്ടെ, ഏത് സന്ദർഭത്തിലാകട്ടെ നിസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന പരിപാടി ദീനിലില്ല. സക്കാത്ത് ഒരാൾക്ക് ഉപേക്ഷിക്കാൻ സമ്പത്തില്ലെങ്കിൽ, നോമ്പ് ഒരാൾക്ക് ഉപേക്ഷിക്കാം ആരോഗ്യമില്ലെങ്കിൽ, ഹജ്ജ് ഒരാൾ ചെയ്യേണ്ടതില്ല സാമ്പത്തികമായോ ശാരീരികമായോ കഴിവില്ലെങ്കിൽ. എല്ലാത്തിനും അളവുണ്ട്, നിസ്കാരത്തിന് അളവില്ല. ഒരു വക്ത് പോലും അളവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്തത്, അളവ് കൊടുത്തിട്ടില്ല, ഒഴിവാക്കി കൊടുത്തിട്ടില്ല, എളുപ്പങ്ങൾ കൊണ്ടുവരികയാണ് ഇത്. അപ്പൊ അത് മക്കൾ തുടങ്ങണമെങ്കിൽ 7 വയസ്സ് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കരുതലുകൾ പഠിപ്പിച്ചു കൊടുക്കണം. 7 വയസ്സിൽ കൽപ്പന. 7 വയസ്സ് മക്കൾ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലെങ്കിൽ അടിക്കൊന്നും വേണ്ട. പക്ഷെ 10 വയസ്സായി ചെറിയ അടി കൊടുക്കണം. കാരണം പ്രായപൂർത്തി എത്താൻ പോവാൻ. പ്രായപൂർത്തി എത്തിയാൽ പിന്നെ അവൻ നിസ്കാരം ഉപേക്ഷിച്ച് അവൻ കുറ്റക്കാരനാവാൻ. അതുകൊണ്ട് നേരത്തെ അതിന്റെ തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ അവിടെ അമ്പിയാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്കാരത്തെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല ഇത് കൽപ്പിച്ചിട്ടുണ്ട്. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, നബിയെ താങ്കളുടെ കുടുംബത്തിനോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, അതിൽ ക്ഷമയിൽ അടിയുറച്ചു നിൽക്കാൻ അവരോട് പ്രോത്സാഹിപ്പിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. നമ്മൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ മക്കൾ ഉപദേശിക്കാറുണ്ടോ? ചിന്തിക്കണം. പല മാതാപിതാക്കളും ഈ വിഷയത്തിൽ വലിയ അബദ്ധങ്ങൾ കാണിക്കുന്നത് കാണാൻ സാധിക്കും. 7 വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ കൽപ്പിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ നിസ്കരിക്കാൻ ഒരു സാഹചര്യവും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ ഭൗതികമായ പഠനത്തിനും മറ്റുമൊക്കെ പറഞ്ഞു വിടുമ്പോൾ എങ്ങനെയാണ് മക്കൾക്ക് നിസ്കരിക്കാൻ സാധിക്കുക? ഈ കൽപ്പന എങ്ങനെ നിങ്ങൾക്ക്, റസൂലുള്ളാഹിന്റെ ഈ കൽപ്പന എങ്ങനെ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റും? നിസ്കാരം എന്ന് പറഞ്ഞാൽ 5 നേരമാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ സുബഹി മാത്രോ ഇശാ മാത്രോ അല്ലെങ്കിൽ എല്ലാ സമയം കഴിഞ്ഞിട്ടുള്ള സമയം മാത്രമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്
ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. തീർച്ചയായും നിസ്കാരം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമയബന്ധിതമായ നിർബന്ധ കർമ്മമാണ്. രണ്ട് കാര്യമാണ് പറഞ്ഞത്. സമയം, നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്ത് സമയം, തെറ്റിക്കാൻ പാടില്ല. സമയത്തിന് നിസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്ത്. ബാക്കി പല കാര്യങ്ങളും സമയത്തിന് വേണ്ടി അളവ് നൽകിയിരിക്കുകയാണ്. ഒരാൾക്ക് ആ സമയം തെറ്റാൻ പോവാണ്, വെള്ളം കിട്ടിയിട്ടില്ല, തയമ്മും ചെയ്താൽ മതി. തയമ്മും ചെയ്യാൻ അവസരമില്ല, വേണ്ട നിസ്കരിക്കണം, അതാണ് നിയമം. പലർക്കും അറിയില്ല. അയാൾ വാഹനത്തിലാണ്, അയാൾക്ക് വെള്ളം ഇല്ല, അവിടെ തയമ്മും ചെയ്യാനുള്ള മണ്ണുമില്ല, ഒരു സൗകര്യവുമില്ല, എന്ത് ചെയ്യണം? നിസ്കരിക്കേണ്ട എന്നാണ്. സമയം തെറ്റാൻ പോവാണ്, ബാങ്ക് കൊടുക്കാൻ പോവാണ്, മഗ്രിബ് ജമ്മ ചെയ്യാൻ കഴിയില്ല. അസറസ്കാരം മഗ്രിബിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഉടനെ അയാൾക്ക് ആ അവസ്ഥയിൽ അസർ നിസ്കരിക്കണമെന്നാണ് ദീനിന്റെ നിയമം. ഫജ്ർ നിസ്കാരം ഇതേപോലെ തന്നെ. ഒരാൾക്ക് വാഹനത്തിലാണ്, വെള്ളം കിട്ടിയിട്ടില്ല, തയമ്മും ചെയ്യാനുള്ള വസ്തുക്കൾ വണ്ടിയിലില്ല, ഉടനെ നിസ്കരിക്കണം ആ ഹാലിൽ. അതല്ലാതെ ഇനി എത്തിയിട്ട് കളായി 7 മണിക്ക് നിസ്കരിക്കാമെന്നല്ല ദീൻ പഠിപ്പിക്കുന്നത്. കാരണം അത്രയും സമയം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സമയത്ത് നിസ്കരിക്കണം, അത് നിർബന്ധവുമാണ്, സുന്നത്തല്ല. തോന്നുമ്പോൾ നിസ്കരിച്ചാൽ പോരാ. എനിക്ക് ഇഷ്ടമുണ്ടെ നിസ്കരിക്കാനുള്ള അവകാശം എനിക്കില്ല, ഇത് നിർബന്ധമായ കാര്യമാണ്. ഇത് സഹോദരങ്ങളെ എന്ത് ചെയ്യണം? കുട്ടികളോട് പറയണം. പക്ഷെ പല മാതാപിതാക്കൾക്ക് ഇത് പറയാൻ കഴിയില്ല. എന്താ കാരണം? അവർ പറഞ്ഞയക്കുന്ന പള്ളിക്കൂടങ്ങളിൽ അങ്ങനെ നിസ്കരിക്കാനുള്ള സൗകര്യമില്ല. അവരുടെ പെൺമക്കൾക്കാണെങ്കിൽ ആ നിസ്കാരത്തിന് മറയേണ്ടതിന് പുറമെ പോലും, അത്രയുമല്ല, ഔറത്ത് പോലും അറിയാനുള്ള വസ്ത്രം പോലും ഇടാൻ അതിന് സാധിക്കാത്ത, അതിന് അനുവദിക്കാത്ത പള്ളിക്കൂടങ്ങളിലേക്ക് പറഞ്ഞയക്കേണ്ടി വരികയാണ്. എങ്ങനെ നിങ്ങൾക്ക് ആ പെൺകുട്ടിയോട് നീ ളുഹർ നിസ്കരിക്കണം എന്ന് പറയാൻ പറ്റും? എങ്ങനെ ആ പെൺകുട്ടിയോട് അസ്ർ നിസ്കരിക്കണം എന്ന് പറയാൻ പറ്റും? ചില ആളുകൾ വളരെ വൈകിട്ടാണ്, അസ്റും കിട്ടൂല, സാധിക്കൂല. അപ്പൊ അവരിങ്ങനെ അവരുടേതായ ഗവേഷണം, അത് വീട്ടിലെത്തിയിട്ട് കലാക്കിയിട്ട് ഇങ്ങനെ ഡെയിലി കലാക്കി നിസ്കരിക്കുക. ആരാണ് പഠിപ്പിച്ചത്? ആരാണ് പഠിപ്പിച്ചത്? സഹോദരങ്ങളെ, പലപ്പോഴും ഇതില്ല. പലപ്പോഴും ആ മാതാപിതാക്കൾക്ക് അതിന് സാധിക്കുന്നില്ല. കാരണം അവർക്ക് കുട്ടികളുടെ ഉന്നതമായ ഭൗതികമായ, നേരത്തെ പറഞ്ഞല്ലോ, ഭൗതികമായ കുട്ടികൾക്ക് ഉന്നതമായ നിലവാരം ഉണ്ടാക്കണം, അതിനു വേണ്ടി പണിയെടുക്കുക എന്നല്ലാതെ ദീനിന് അവർക്ക് സഹായകമാകുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് പലപ്പോഴും കാണുന്നില്ല. അതുകൊണ്ട് ഈ നിസ്കാരം കൽപ്പിക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യം കൂടി നമ്മൾ ഒരുക്കി കൊടുക്കണം. കുട്ടിക്ക് ആ നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾ കണ്ടുവെക്കണം. നാട്ടിൽ സ്ഥാപനങ്ങളില്ലേ, അത് ആരംഭിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അത് നമ്മൾ ദീനിനെ ബാധിക്കുന്ന കാര്യം, ദീനിനെ നേർക്കുനേരെ ബാധിക്കുന്ന കാര്യം. കുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ നിസ്കാരം ഉപേക്ഷിക്കുക, വെള്ളിയാഴ്ചകൾ ജുമ ഒഴിവാക്കുക എന്നതൊരു കുട്ടിക്കൊരു പ്രയാസമല്ലാതെ കുട്ടി വളർന്നു കഴിഞ്ഞാൽ, അവന്റെ അഖീദ കഴിഞ്ഞാൽ ഉടൻ അതിനോട് ഒട്ടിക്കിടക്കുന്ന കാര്യം നിസ്കാരം. അഖീദ ഇല്ലെങ്കിലും അവൻ മുസ്ലിം ആവുകയില്ല, നിസ്കാരം ഇല്ലെങ്കിലും ആവുകയില്ല. അതുകൊണ്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അതില്ലെങ്കിൽ അവൻ ഏത് തിന്മകളെയും സ്വീകരിക്കാൻ അവന്റെ കൽബ് തയ്യാറാകും. ബാക്കി എന്ത് നന്മകൾ പാഴാക്കുന്നതിനും അവന്റെ കൽബിന് ഒരു പ്രയാസം ഉണ്ടാവുകയില്ല. കാരണം നിസ്കാരം അവന്റെ മനസ്സിലില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കൽപ്പിച്ച നിസ്കാരത്തെ പാഴാക്കി കളയുന്ന അവസ്ഥ മക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ട സംവിധാനങ്ങൾ നമ്മൾ എപ്പോഴും ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് എന്ന് മാതാപിതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഭൗതിക വിദ്യാഭ്യാസം പാഴാക്കിയിട്ട് 5 നേരം നിസ്കരിക്കാൻ ഒരു സ്ഥലത്ത് കൊണ്ടാക്കണമെന്നല്ല പറയുന്നത്. മറിച്ച് അവർക്ക് ആവശ്യമായ ഭൗതിക വിദ്യാഭ്യാസങ്ങൾ കൊടുത്തോളൂ. അവിടെ നിങ്ങൾക്കൊരു ചിന്ത വേണം, എന്തിനാണ് ഞാൻ ഭൗതിക വിദ്യാഭ്യാസം നേടുന്നത്? ഏതൊരു കാര്യത്തിന്റെ പിന്നിലും എന്തിന് ഞാനിത് ചെയ്യുന്നു എന്നുള്ള ചിന്ത വേണം. ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ദുനിയാവിൽ എനിക്ക് ജീവിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിന്റെ ദുനിയാവിന്റെ കാര്യം നീ മറക്കേണ്ടതില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ ഭൗതികമായ ചില വിഭവങ്ങൾ ഒരുക്കേണ്ടതുണ്ട്, അതിൻ്റെതായ ചില ആവശ്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് നിനക്ക് ഈ ദുനിയാവിലുള്ള ഒരു സ്ഥാനങ്ങളും ദുനിയാവിലുള്ള ഒരു ഇൽമും നിനക്ക് ഉപകരിക്കുകയില്ല. പരലോകത്തെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം യാതൊരു ഉപകാരവും നിനക്കില്ല. നമ്മളെ അള്ളാഹു പടച്ചത് തന്നെ അള്ളാഹു മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും പടച്ചത് എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ മറ്റൊന്നിനുമല്ല എന്നാണ്. ദുനിയാവിലുള്ള ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളുടെയും ബ്യൂട്ടി എന്താണ്? ദുനിയാവിലുള്ള ഏതൊരു കാര്യത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഈ ഇബാദത്തിന് സഹായകമാകുന്ന കാര്യമായിട്ടായിരിക്കണം. നമ്മുടെ ജോലിയാകട്ടെ, കച്ചവടമാകട്ടെ, ഏതേത് ബന്ധങ്ങളാകട്ടെ, ഏതേത് ആവശ്യങ്ങളാകട്ടെ, ഭൗതികമായ മുഴുവൻ കാര്യങ്ങളും ഈ ലിയഅ്ബുദൂന, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന കാര്യത്തിന് സഹായകമാകുന്ന കാര്യമായിരിക്കണം. അതുകൊണ്ട് ഏതൊരു കാര്യത്തെയും നമ്മൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യണോ, വേണമോ വേണ്ടേ എന്ന് തീരുമാനിക്കണം. യെസ് ഓർ നോ എന്നുള്ളത് ഈ ഒരു പ്രഥമമായ ലക്ഷ്യത്തെ, പ്രധാനപ്പെട്ട ലക്ഷ്യത്തെ ഇത് തടസ്സം വരുത്തുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. തടസ്സം വരുത്തുന്നില്ലേ നമുക്ക് സ്വീകരിക്കാം. തടസ്സം വരുത്തുന്ന കാര്യമാണെങ്കിൽ അതിനെ മാറ്റി വെക്കുക, നമ്മൾ മുന്നോട്ടേക്ക് പോകുക. നിസ്കാരം ഒഴിവാക്കി, നിസ്കാരം പിന്നെ നിസ്കരിക്കാം. കുട്ടി ഒരു 10ാം ക്ലാസ് വരെ പോട്ടെ, നിസ്കാരമൊക്കെ 10 കഴിഞ്ഞ് കുട്ടിയൊരു സ്വയം കാലിൽ നിന്ന് ജോലിയൊക്കെ ആകുമ്പോൾ പിന്നെ അവന് വേണ്ടതുപോലെ നിസ്കരിക്കാമല്ലോ, അങ്ങനെ പറഞ്ഞ് ചിന്തിക്കുന്നത്. പിന്നെ അവന്റെ ലക്ഷ്യമല്ലേ? ഇല്ല, അപ്പോഴേക്കും അവൻ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും.
നിസ്കാരം എന്ന് പറയുന്നത് അവന് വളരെ നിസ്സാരമായ കാര്യമായി തീർന്നിട്ടുണ്ടാകും. പിന്നീട് അവൻ നിസ്കരിച്ചോളുന്നില്ല, അവന്റെ ഈമാൻ ചോർന്നു പോയിട്ടുണ്ടാകും. നിഫാക്ക്, കാപട്യം അവന്റെ കൽബിൽ വളർന്നിട്ടുണ്ടാകും. പിന്നീട് ദീനിന്റെ മൂല്യങ്ങളെക്കുറിച്ചോ ദീനിന്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ചോ അവന് യാതൊരു വിലയും ഉണ്ടാവുകയില്ല. പിന്നീട് ഏതെങ്കിലും വിവരദോഷികൾ സോഷ്യൽ മീഡിയയിലോ മറ്റോ വന്ന് ദീനിനെ കുറിച്ച് പരിഹസിക്കുന്നത് കേട്ടാൽ, ദീനിൽ ഉണ്ടാക്കുന്ന സന്ദേഹങ്ങൾ ഇറക്കി വിട്ടാൽ അവന്റെ മനസ്സിൽ അവന്റെ അഖീദയെ തന്നെ, വിശ്വാസത്തെ തന്നെ പാടെ ഇല്ലാതാക്കി കളയാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവുകയില്ല. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യുക്തിവാദികളും മറ്റുമൊക്കെ മുസ്ലിം മക്കളെ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ചെറുപ്പത്തിൽ അതിന് വേണ്ട ഇത്തരം കാര്യങ്ങളിൽ തയ്യാറായി നിൽക്കേണ്ടതായ വിശ്വാസ കാര്യങ്ങളോ അതിലേറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ നിസ്കാരമോ അതിനെക്കുറിച്ചിട്ടോ ധാരണ പല കുട്ടികൾക്കും ഇല്ലാത്തതിന്റെ പേരിലാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ പലപ്പോഴും പലരും അടിപതറിപ്പോയിട്ടുള്ളത്. അതല്ലാതെ ദീൻ നന്നായി പഠിച്ച, ദീൻ നന്നായി മനസ്സിലാക്കുന്ന, 5 നേരം അള്ളാഹിനെ മനസ്സിലാക്കി നിസ്കരിക്കുന്ന ആളുകൾക്ക് പതറേണ്ടി വന്നിട്ടില്ല. കാരണം അവർക്ക് കാര്യങ്ങൾ അറിയാം. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന യഖീൻ ഹൃദയത്തിലുണ്ട്. എന്നാൽ അതൊന്നും ഇല്ലാത്ത ആളുകൾ, ഈമാനില്ല, തഖ്വയില്ല, അമലുകളില്ലാത്ത ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും പെട്ടെന്ന് പതറിപ്പോവാൻ. ആ സമയത്ത് അവരോട് സംവാദം മാത്രം നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. മറിച്ച് നമ്മൾ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ, വിജ്ഞാനങ്ങൾ അത് നൽകണം. വിശിഷ്യ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലുള്ള ഓരോ കാര്യത്തെക്കുറിച്ച് താക്കീത് ചെയ്യണം. അല്ലെ, ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു കാര്യമാണ് സംഗീതം എന്ന് പറയുന്നത്. സംഗീതം ഇല്ലാത്ത ഒരു സ്ഥലമില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വാതന്ത്ര്യമില്ലാതായി തീരുക. അല്ലെ, ആളുകൾ പലപ്പോഴും ഭൗതികമായി നമുക്ക് സ്വാതന്ത്ര്യമാണ്, എല്ലാത്തിനും സ്വാതന്ത്ര്യം, നമുക്ക് സ്വാതന്ത്ര്യമില്ലാതായി തീരുക. എനിക്ക് സംഗീതം കേൾക്കണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് വേണ്ടാത്തതായ കാര്യങ്ങൾ കേൾക്കേണ്ടി വരിക. ഒരു സ്ഥലത്ത് പോയി ഒരു ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല, ഒരു വാഹനത്തിൽ, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമുക്ക് സാധിക്കുന്നില്ല സഞ്ചരിക്കാൻ. അവിടെയൊക്കെ നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ്. എല്ലാവരും കേൾക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ആരാണ് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്? ദീനിന്റെ ആളുകളാണോ? അതല്ല ദീൻ അത് വേണ്ട എന്ന് പറയുന്ന ആളുകളാണ്? മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. വളരെ ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യമാണ് സംഗീതം എന്ന് പറയുന്നത്. സൂറത്തുൽ ലുഖ്മാനിൽ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമിനൻ നാസ്, ജനങ്ങളിൽ ചിലരുണ്ട്, മൻ യശ്തരി ലഹ്വൽ ഹദീസ്, അവർ ലഹുൽ ഹദീസിനെ, വിനോദ വർത്തമാനത്തെ വാങ്ങുന്നവരാണ്. ലിയുദില്ല അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും അവർ ജനങ്ങളെ തെറ്റിക്കുന്നതാണ്. ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവുമില്ലാതെ. വയത്തഖിദഹ ഹുസ്വ, എന്നിട്ട് അതിനെ പരിഹാസ്യമാക്കി തീർക്കും. ഉലൈക ലഹും അദാബുൻ മുഹീൻ, അവർക്ക് വേദനയേറെ ശിക്ഷയാണുള്ളത് എന്നാണ്. ഇവിടെ ലഹുൽ ഹദീസ്, വിനോദ വർത്തമാനം എന്നേ പറഞ്ഞിട്ടുള്ളൂ, സംഗീതം എന്നുള്ള വാക്കതിലില്ല. ശരി, ഇതാരാണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്? മഹാന്മാരായ സ്വഹാബത്ത്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ആയത്ത് ഇറങ്ങുന്ന വേളയിൽ റസൂലുള്ളാഹിന്റെ കൂടെ ഞാനുണ്ട്. അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് പറയാണ്, വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, അവൻ തന്നെ സത്യം. ഇത് അൽ ഗിന, ഇത് സംഗീതമാണ്. അദ്ദേഹത്തിന് അറിയാം ഈ ആയത്ത് ഇറക്കിയത് സംഗീതത്തെ വിരോധിച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ളത് സ്വഹാബിക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്സീറിൽ നൈപുണ്യം ഉണ്ടാകണമേ എന്ന് അള്ളാഹിനോട് ദുആ ചെയ്ത്, തലയിൽ കൈവച്ച് ദുആ ചെയ്ത മഹാൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇത് അൽ ഗിനാഉ വ അശ്ബാഹുഹു, ഇത് സംഗീതവും അതിനോട് സാദൃശ്യമുള്ള കാര്യവുമാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ആയത്തിൽ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംഗീതത്തെ വിലക്കിയിരിക്കുകയാണ്. വേറെയും ഒരുപാട് ആയത്തുകളുണ്ട്, ഞാൻ അതിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല. ഒരു ഹദീസ് മാത്രം ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഒരു ഹദീസ് കൂടി നമുക്ക് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യകൂനന്ന മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആൾ വരും, അഖ്വാം, ഒരു ജനങ്ങൾ വിഭാഗം വരും. ഉമ്മത്തിലേക്ക് തന്നെ ചേർത്തി പറയുന്ന ആളുകളാണ്, പുറത്തുള്ള ആളുകളല്ല. അവർ യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്, അവർ വ്യഭിചാരത്തെ ഹലാലാക്കി കാണും. വ്യഭിചാരത്തിന് പേര് മാറ്റിക്കളയും, വ്യഭിചാരം തന്നെയാണ്, പേര് മാറ്റിയിട്ട് അത് ഹലാലാക്കും. വൽ ഹരീർ, പുരുഷന്മാർക്ക് പട്ട് ഹലാലാക്കും, പേര് വേറെന്തെങ്കിലുമൊക്കെ പറയും. വൽ ഖംർ, കള്ളും വേറെ പേരിൽ എന്ത് ചെയ്യും, അവർ അത് ഹലാലാക്കും. വൽ മആസിഫ്, എന്താ പറഞ്ഞത്? അവിടെ സംഗീതോപകരണങ്ങൾ, വാദ്യോപകരണങ്ങൾ, അത് ഹലാലാക്കുന്ന ഒരു കൗമ് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പണ്ഡിതന്മാർ പറയാണ്, 2 രൂപത്തിൽ ഈ ഹദീസിൽ സംഗീതങ്ങൾ നിഷിദ്ധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യസ്തഹില്ലൂന, അവർ ഹലാലാക്കി കാണുമെന്നാ പറഞ്ഞത്. അതിനർത്ഥം എന്താ? അത് അടിസ്ഥാനപരമായി നിഷിദ്ധമാണ്. അതുകൊണ്ടാണ് അവർ ഹലാലാക്കി കാണുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത്. രണ്ടാമത്തത്, എല്ലാവരാലും അറിയുന്ന അഥവാ വ്യഭിചാരവും പട്ടുവസ്ത്രം ഉപയോഗിക്കുക, കള്ളു കുടിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന നിഷിദ്ധ കാര്യങ്ങളാണ്. അതിനോടൊപ്പമാണ് അൽ മആസിഫ്, വാദ്യോപകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുള്ളത്.
അത് എന്തുകൊണ്ടും നിഷിദ്ധമാണ് എന്ന് അറിയിക്കുന്നതാണ് എന്നാണ്. സഹോദരങ്ങൾ, അതിന്റെ തെളിവുകളിലേക്ക് ഞാൻ വളരെയധികം പ്രവേശിക്കുന്നില്ല. സംഗീതം നിഷിദ്ധമാണ് എന്നുള്ളത് 4 മദ്ഹബിന്റെ അയിമ്മത്തുകൾക്കിടയിലും ഏക അഭിപ്രായമുള്ള കാര്യമാണ്. ഇന്നത്തെ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യുന്നു, ഇന്നത്തെ ചില സംഘടനകൾ എന്ത് ചെയ്യുന്നു, ചിലരെന്ത് കാട്ടിക്കൂട്ടുന്നു എന്നുള്ളതല്ല. ഇന്ന് പലപ്പോഴും ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ പേരിലേക്ക് ചേർത്തി പറയുന്ന സംഘടനകളും പ്രവർത്തകരും ഒക്കെ ഇത്തരത്തിൽ പല അബദ്ധങ്ങൾ കാണിക്കുന്നത് കൊണ്ട് സംഗീതത്തെ ആരെങ്കിലുമൊക്കെ നിഷേധിക്കുമ്പോൾ DJ പാർട്ടികളെയും മറ്റുമൊക്കെ എതിർക്കുമ്പോൾ അവരൊരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെയൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടല്ലോ, നിങ്ങളും ചില സംഗീതങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഈ ആളുകൾക്ക് പലപ്പോഴും ഉത്തരമില്ല. കാരണം എന്താണ്? അവിടെ ഡബിൾ സ്റ്റാൻഡാണ് എടുക്കുന്നത്. ഇന്നത്തെ സമൂഹം അത്തരം ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്ന ആളുകളെ പ്രത്യേകം നോക്കി വിലയിരുത്തുന്നുണ്ട്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആദർശങ്ങൾ ഖുർആനും സുന്നത്തും തെളിവുകൾ അനുസരിച്ച് അത് കൃത്യമായി പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ഡബിൾ സ്റ്റാൻഡ് എടുക്കേണ്ട ആവശ്യമില്ല. സംഗീതം അത് എല്ലാ നിലക്കും നിരുപാധികമായി നിഷിദ്ധമായ കാര്യമാണ്. അത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മളത് മനസ്സിലാക്കണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് സ്കൂളുകളിലോ മറ്റോ ഒക്കെ DJ പാർട്ടികളും പരിപാടികളും ഒക്കെ ആയി പറഞ്ഞു പോകുന്ന പരിപാടികൾ, അതിന് ടൂറാകട്ടെ എന്താകട്ടെ, ഇത്തരം സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടി നടക്കുന്ന പരിപാടികളിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കരുത്, നമ്മളും പങ്കെടുക്കരുത്. പലപ്പോഴും നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതാപിതാക്കൾ നല്ല മാതൃകകളാവാതിരിക്കുന്ന വേളയിലും ഇത് വലിയ അപകടം തന്നെയാണ്. കല്യാണ സദസ്സുകളിലാകട്ടെ മറ്റെന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനുകളിലാകട്ടെ അവിടെയൊക്കെ സംഗീതത്തിന് അകമ്പടി ഇല്ലാതെ ഒന്നും നടക്കുകയില്ല എന്ന രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് അള്ളാഹു റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ നമുക്ക് ദുനിയാവിൽ നമ്മുടേതായ തെരഞ്ഞെടുപ്പ് അവകാശമില്ല. നമുക്ക് ആകെ ഒരു തടസ്സം ഉണ്ടാക്കേണ്ടത് ഇത് റസൂൽ നിഷിദ്ധാക്കിയത് തന്നെയാണോ, ഇത് ദീനിന്റെ നിഷിദ്ധം തന്നെയാണോ, അത് നിങ്ങൾ പഠിക്കുക. അതിന്റെ തെളിവുകളാണ് ഞാൻ നിങ്ങൾക്ക് ഉദ്ധരിച്ചു തന്നത്. ഇനിയും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിക്കുക. അത് പഠിച്ചുറപ്പ് വന്നാൽ പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ദേഹേച്ഛയെ പിൻപറ്റാൻ പാടില്ല. പഠിച്ചുറപ്പ് വന്നത് ദീനിൽ ഹറാമാണ്, പണ്ഡിതന്മാർ, മുൻഗാമികൾ, സ്വഹാബികൾ, താബിഈങ്ങൾ ഇതൊക്കെ നിഷിദ്ധമാണ്, മദ്ഹബിന്റെ ഇമാമുമാർ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ് മനസ്സിലായതിനു ശേഷവും ഈ കാലഘട്ടത്തിൽ ഇനി അങ്ങനെ എന്ന ചിന്തയാണ് നിന്നെ വേട്ടയാടുന്നത് എങ്കിൽ, എന്ന കാര്യമാണ് നിന്നെ നയിക്കുന്നത് എങ്കിൽ നിന്നോട് പിന്നീട് ഒന്നും പറയാനില്ല. നീ വളരെ ഗൗരവത്തിൽ നിന്റെ കാര്യം ശ്രദ്ധിക്കണം. അതുകൊണ്ട് സംഗീതം അത് നിഷിദ്ധമാണ് എന്ന കാര്യം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. പലപ്പോഴും ഈ വിഷയത്തിലും ചെറിയ പ്രായത്തിൽ തന്നെ മക്കളെ സംഗീതം പഠിപ്പിക്കാൻ വിടുന്ന മാതാപിതാക്കളാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉള്ളത്. ചെറിയ പ്രായത്തിൽ മക്കൾക്ക്, എന്നാൽ അവർക്ക് അതില് സുബ്ഹാനല്ലാഹ് ഇത്തരം ഹറാമുകളിൽ മക്കൾ വിരാജിക്കുന്നതിൽ അഭിമാനം കൊള്ളുകയും അള്ളാഹുവിന്റെ ദീൻ അവർ പാലിക്കാത്തതിൽ യാതൊരു പ്രയാസവും തോന്നാത്ത മാതാപിതാക്കൾ ഉണ്ടാകുമ്പോൾ പിന്നെ എങ്ങനെയാണ് നല്ലൊരു സമൂഹം ഉണ്ടാവുക, എങ്ങനെയാണ് നല്ല മക്കൾ ഉണ്ടാവുക? എന്റെ മക്കള് നല്ല മ്യൂസിക് ഗിറ്റാറിസ്റ്റ് ആവുക, നല്ല വയലിനിസ്റ്റ് ആവുക, നല്ല പിയാനോ ഒക്കെ വായിക്കാൻ അറിയുന്ന ആകുക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സംഗീത ബാൻഡിന്റെ ഒക്കെ ആളാവുക. അങ്ങനെ മക്കളെ അങ്ങനെ ആക്കണമെന്ന് പാഷൻ വിചാരിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, എനിക്കോ ആകാൻ പറ്റിയിട്ടില്ല, മക്കളെങ്കിലും ഒക്കെ ഇങ്ങനെ ഹറാമുകളിലാക്കണം, ഇതാണ് അവന്റെ സ്വപ്നം. ഇതിനു വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മക്കളെ നിങ്ങൾക്ക് നന്നായി വളർത്താൻ സാധിക്കും? മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ അമാനത്ത് പാലിച്ചിട്ടില്ല. ഇത് വളരെ ഗൗരവത്തിൽ പുരുഷനാകട്ടെ, സ്ത്രീ ആകട്ടെ, ആൺകുട്ടിയാകട്ടെ, പെൺകുട്ടിയാകട്ടെ, എല്ലാവരുടെ വിഷയത്തിലും ഈ സംഗീതത്തിന്റെ കാര്യമൊക്കെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അതുപോലെ മാതാപിതാക്കളെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള കാര്യമാണ് മക്കളുടെ, പെൺമക്കളുടെ വിഷയത്തിൽ നിങ്ങൾ അവരുടെ ഹിജാബിന്റെ കാര്യം വളരെ ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഹിജാബിന്റെ കാര്യം വളരെ ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. പലപ്പോഴും ഞങ്ങൾ മദ്രസയിൽ അയച്ചിട്ടുണ്ടല്ലോ, ആ മദ്രസ പഠനം കൊണ്ട് മാത്രം കാര്യങ്ങളാവുന്നില്ല. കാരണം മദ്രസയിൽ എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊള്ളുന്നില്ല. എല്ലായിടത്തെ മദ്രസയിലും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കപ്പെടണമെന്നില്ല. ഇന്ന് പല മദ്രസകളുടെയും അവസ്ഥയും വലിയ ദയനീയമായ അവസ്ഥയാണ്. നല്ല പഠനങ്ങൾ നൽകപ്പെടുന്ന മദ്രസകൾ വളരെ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായിട്ടുള്ള വിജ്ഞാനങ്ങൾ മാത്രമാണ് അവരുടെ തലയിൽ, ദീനിനെ കുറിച്ചുള്ള അറിവുകളൊന്നും കാര്യമായിട്ടില്ല. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഒരു പടി കൂടി ഉത്തരവാദിത്വം കൂടുകയാണ്. നിങ്ങൾ അവരുടെ ഉസ്താദുമാരാകേണ്ടതുണ്ട്, ടീച്ചർമാരാകേണ്ടതുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, അവരോട് നേരിട്ട് തർബിയത്ത് നടത്തേണ്ടതുണ്ട്. അവർക്ക് ഇങ്ങനെ ഫാഷന്റെയും മറ്റുമൊക്കെ ബോധങ്ങൾ പുറമേ നിന്ന് ലഭിക്കുമ്പോൾ യഥാർത്ഥ ഇസ്ലാം എങ്ങനെ ജീവിക്കാനാണ് ഒരു പെണ്ണിനോട് പറഞ്ഞിട്ടുള്ളത്, ആ കാര്യം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ത്രീയോട് കൽപ്പിച്ച വല്ല കാര്യമുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനാത്തുകളെ, വിശ്വാസിനികളെ വിളിച്ചുകൊണ്ട് കൽപ്പിച്ച കാര്യങ്ങളുണ്ടോ? അവരെ പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങളുണ്ടോ? അത് പറഞ്ഞു കൊടുക്കേണ്ടത്, അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സ്ത്രീയെയും പോലെയല്ല, ദീനുൽ ഇസ്ലാമിന് സ്ത്രീകൾക്ക് പ്രത്യേകമായ സ്ഥാനം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ദീനുൽ ഇസ്ലാം സ്ത്രീകളെ പ്രത്യേകം ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ആദരിക്കുന്നതിന്റെ അടിസ്ഥാനമാണ് അവരെ ഏതെങ്കിലുമൊക്കെ നിലക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉപദ്രവിക്കുകയോ അതല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ
ദീനുൽ ഇസ്ലാം ആ സ്ത്രീ ആദരിക്കുന്നതിന്റെ ഭാഗമായി, അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിന്റെ ഭാഗമായി അവർക്ക് ചില നിയമങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് അവരെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ്, അവരെ ആദരിച്ചുകൊണ്ടുള്ള നിയമമാണ്. പക്ഷേ സമൂഹം ഇന്നെന്ത് ചെയ്തു? അത് സ്ത്രീകൾക്കെതിരെയുള്ള കടന്നുകയറ്റമാണ് എന്ന രൂപത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഫെമിനിസ്റ്റുകളും അത്തരം ചിന്തകളും ഒക്കെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ആളുകളാണ്, സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്ന തെറ്റായ ആശയങ്ങൾ പുറത്തേക്ക് പറയുകയും എന്നാൽ സ്ത്രീകളുടെ സർവനാശത്തിന് വഴിയൊരുക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ അതിന്റെ പണിയെടുത്തു തുടങ്ങി. പല വെസ്റ്റേൺ രാജ്യങ്ങളും ഫെമിനിസ്റ്റുകൾ എന്ന് തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുക. കാരണം അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്കും സമൂഹത്തിനും എന്തുമാത്രം ദോഷമാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ അവർക്ക് മനസ്സിലായി. പക്ഷെ ഇന്ന് നമ്മളെ കാലഘട്ടത്തിലൊക്കെ വരുമ്പോഴേക്കും പലർക്കും ഇപ്പൊ തിരിഞ്ഞു തുടങ്ങിയിട്ടില്ല. പലരും അതിനെ പുറംകാലം കൊണ്ട് തള്ളിക്കളഞ്ഞ പല മാലിന്യങ്ങളും ഇപ്പൊ ഈ നാട്ടുകാരിപ്പോ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുക. സ്ത്രീകളുടെ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് ദീനുൽ ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്ത അവരുടെ ആദരവിനും മാന്യതക്കും ഒക്കെ നിരക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണയും ചില പ്രത്യേക നിയമങ്ങളെയും ഒക്കെ അവരെന്ത് ചെയ്യാണ്? അത് മോശത്തരാണ്, 6-ാം നൂറ്റാണ്ടിലേക്കുള്ള പോക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കളിയാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളോട് പറഞ്ഞത് വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ വഹറ മിൻഹാ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭംഗിയിൽ നിന്നും പ്രകടമാകുന്ന കാര്യങ്ങൾ ഒഴികെ മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. അവരെ കൊണ്ട് മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകും, സ്വയം പ്രകടമാകുന്ന, എത്ര മറച്ചാലും പുറത്തേക്ക് വരുന്ന ചില സൗന്ദര്യങ്ങളൊക്കെ ഉണ്ടാകാം. അത് കുഴപ്പമില്ല. അവളോട് മറക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പൂർണ്ണമായി മറക്കണം. ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് ഔറത്ത് തന്നെയാണ് എന്നാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ഞാൻ എന്റെ വാക്കുകളല്ല പറയുന്നത്, ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ അദ്ദേഹത്തിന് തഫ്സീർ ശരിക്കും പഠിക്കാനുള്ള തൗഫീഖ് കൊടുക്കണമെന്ന് ദുആ ചെയ്ത മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയാൻ അമർ അല്ലാഹു നിസാഅൽ മുഅ്മിനാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വിശ്വാസിനികളായ സ്ത്രീകളോട് കൽപ്പിക്കുകയാണ്, ഇദാ ഖറജ്ന മിൻ ബുയൂതിഹിന്ന ഫീ ഹാജ, വല്ല ആവശ്യത്തിനും വേണ്ടി വീട്ടിൽ നിന്നും പുറത്തിറങ്ങുകയാണെങ്കിൽ അൻ യുഗത്തീന വുജൂഹഹുന്ന മിൻ ഫൗഖി റൂസിഹിന്ന ബിൽ ജലാബി, ജിൽബാബ് കൊണ്ട് അവരുടെ തലയിൽ നിന്നും മുഖം ഉൾപ്പെടെ താഴേക്ക് വലിച്ചിടട്ടെ, മുഖം ഉൾപ്പെടെ മറക്കട്ടെ, അവളുടെ വസ്ത്രം മുഴുവൻ എന്ത് ചെയ്യട്ടെ? പൂർണ്ണമായി ശരീരം മറക്കട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. നമ്മൾ ആരും പറഞ്ഞ വാക്കുകളല്ല. ചില ആളുകൾക്ക് ഇത്തരത്തിൽ വിഷയങ്ങൾ പറയുമ്പോൾ ഇതിനെ പരിഹസിക്കുകയും, ഇത് മുസ്ലിമീങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഉയരുക എന്ന് പറയുന്നത് ചരിത്രത്തിലില്ലാത്ത കാര്യമാണ്, ചിന്തിക്കേണ്ട കാര്യമാണ്. ചരിത്രത്തിലില്ലാത്ത കാര്യം. മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ദീനുൽ ഇസ്ലാമിന്റെ ഇത്തരം ചിഹ്നങ്ങളെ പരിഹസിക്കുകയും ഇത്തരം ചിഹ്നങ്ങൾ ആക്ഷേപിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന 1300 വർഷങ്ങൾ ചരിത്രത്തിലില്ലാത്ത കാര്യമാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ നിർബന്ധമായി മുഖം മറക്കണോ, അതിൽ നിർബന്ധമില്ല എന്നാണ്. വലിയ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്, പ്രതിഫലാർഹമാണ്, നിർബന്ധം എന്ന് പറയേണ്ട എന്നൊരു വിഭാഗവും, എന്നാൽ നിർബന്ധമാണ്, ഒഴിവാക്കിയാൽ കുറ്റം കിട്ടുമെന്ന് പറയുന്ന മറ്റൊരു വിഭാഗവും എന്നതിലുപരി ഇത് വേണ്ടതില്ല, ഇത് കാടത്തമാണ്, ഇത് മോശമാണ്, ഇത് നമുക്ക് വേണ്ട, ഇത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്ക് യോജിച്ചതല്ല എന്ന രൂപത്തിലുള്ള മോശപ്പെട്ട സംസാരങ്ങൾ മുസ്ലിം ലോകം ഇന്ന് വരെ അങ്ങനെ സാക്ഷിയായിട്ടില്ല. ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് അത്തരത്തിൽ വാദങ്ങൾ വരുന്നത്? കാരണം ഇവിടെ ഇവർ ജീവിക്കുന്നത് ഇത്തരത്തിലുള്ള യുക്തിവാദികളോടൊപ്പവും ലിബറാലികളോടൊപ്പവും ഫെമിനിസ്റ്റുകളോടൊപ്പമാണ്. അപ്പൊ അവരോട് നമ്മളെ ഇസ്ലാമിന്റെ മുഖം മറക്കുക എന്നൊക്കെ നമുക്കൊരു ഇസ്സത്തില്ലായ്മ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വന്തം ദീനിന്റെ കാര്യത്തിൽ പ്രതാപം തോന്നാതെ നമ്മളങ്ങനെ വലിയ ഇതൊന്നുമില്ല, നമ്മളങ്ങനെ അത്ര ഇതൊന്നുമില്ല, അവരിത് മൊത്തത്തിൽ കാടത്തമാണ്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഹനിക്കലാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളും അതിന് ഇത് വെച്ചു കൊടുക്കുകയല്ലേ. അതുകൊണ്ട് നമ്മൾ കുറച്ചങ്ങനെ ലൈറ്റാക്കി കൊടുക്കുക, അതിന് നമ്മളൊന്ന് കളിയാക്കി കളയുക എന്ന അവസ്ഥയിലേക്ക് ചില പണ്ഡിതന്മാരെന്ന് പറയുന്ന വിവരദോഷികൾ വരെ എത്തിപ്പോയിട്ടുണ്ട്. നഊദു ബില്ലാഹ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ ശരീരത്തിന്റെ ആകാര ഭംഗികൾ കാണാത്ത, അലങ്കാരങ്ങൾ കാണാത്തതായ വസ്ത്രധാരണയാണ് സ്ത്രീകൾ സ്വീകരിക്കേണ്ടത്. ഇത് ഒരു പ്രായപൂർത്തി എത്തുന്നതോടൊപ്പം തന്നെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമാകുന്ന കാര്യം. ചില ആളുകൾ ഇതൊക്കെ വയസ്സായാലാണ് ഇത് നിർബന്ധം, അല്ലെങ്കിൽ വയസ്സായാലും ഇതൊക്കെ ആവശ്യമുള്ളൂ എന്നാണ്. ചെറുപ്പക്കാരികൾ വളരെ ഭംഗിയായിട്ട് ജീവിക്കണം, ചെറുപ്പക്കാരികൾ അങ്ങനെ എല്ലാ രൂപത്തിൽ അലങ്കാരം ചുരിദാറൊക്കെ ഇട്ട് ജീവിക്കണം. അതെങ്ങാനും ഒരു ചെറുപ്പക്കാരി ഒരു പർദ്ദ കിട്ടാല് എന്തോ വലിയ ലോകാവസാനം സംഭവിച്ചതുപോലെയാണ് ചില ഉമ്മമാർ തന്നെ കാണിക്കുന്നത്. പെൺമക്കള് ഹിജാബ് ഇടുന്ന വേളയിൽ ഉമ്മമാർ അതിനെതിരാവുക എന്ന് പറയുന്ന തലതിരിഞ്ഞ കാലഘട്ടത്തിലേക്ക് പോയാൽ സഹോദരങ്ങൾ, എങ്ങനെയാണ് നമ്മുടെ പെൺമക്കള് നല്ല നിലയിലേക്ക് എത്തുക? ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ അറിവ് പഠിച്ചിട്ടില്ല, കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല. അള്ളാഹു കൽപ്പിച്ചതാണ്. നമ്മുടെ ഉമ്മമാർ മുഴുവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ മുഴുവൻ പാലിച്ചു പോന്നിട്ടുള്ളതാണ്. മുസ്ലിം ഉമ്മത്ത് ലോകമെമ്പാടും പാലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽപ്പെട്ട മുസ്ലിം സ്ത്രീകളോ അല്ലെങ്കിൽ അല്ലാത്തതോ ആയ ആളുകൾക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാരണത്താൽ അവരെ പോലെ ആകാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ഇസ്ലാമിന് അതിന്റെ രൂപമുണ്ട്, ഇസ്ലാമിന് അതിന്റെ കോലമുണ്ട്, ഇസ്ലാമിന് അതിന്റെ വേഷമുണ്ട്.
ആ വേഷം അനുസരിച്ച് വളരെ മാന്യതയോടുകൂടിയുള്ള വസ്ത്രങ്ങൾ സ്ത്രീകൾ ധരിക്കാൻ തയ്യാറാകണം. എന്നാൽ ഇതിന് നേരെ വിരുദ്ധമായി മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസിലൂടെ താക്കീത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അഥവാ അന്യ പുരുഷന്മാരുടെ വസ്ത്രരൂപത്തിൽ സ്ത്രീകൾ ധരിക്കുക എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ, സ്ത്രീകളോട് സാദൃശ്യമുള്ള വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. വൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർരിജാൽ, അതുപോലെ പുരുഷന്മാരോട് സാദൃശ്യമുള്ള വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട് എന്നാണ്. എന്താണ് പല സ്ത്രീകളുടെയും വേഷം? പുരുഷന്മാരെ പോലെ പാന്റും പുരുഷന്മാരെ പോലെ ഷർട്ടും ടീഷർട്ടും, ഒരു വേള പുരുഷന്മാരെക്കാളും ഒരു പടി, പുരുഷന്മാർ ചിലപ്പോ ഇന്നത്തെ നേരെ തിരിച്ചിട്ടാണ്, നെര്യാണിയൊക്കെ മറിച്ച് താഴേക്കാണ് ഇന്നത്തെ മോഡേൺ ഡ്രസ്സുകൾ, കൊറിയൻ ഡ്രസ്സുകൾ നേരെ നെര്യാണി കാണുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ നെര്യാണിയൊക്കെ കാണിച്ചതിന് മുകളിലായിരിക്കും വരെ വസ്ത്രം. പുരുഷന്മാരോട് പറഞ്ഞത് സ്ത്രീകൾ, സ്ത്രീകളോട് പറഞ്ഞത് പുരുഷന്മാർ. ഈ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. തലയിൽ തട്ടം ചിലപ്പോൾ ഉണ്ടായേക്കാം. ചില ആളുകൾ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എന്തെങ്കിലും ഒരു വസ്ത്രം ഉണ്ടായാലും ഹിജാബായി എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. ശരിയല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആകൃതി കാണുന്ന വസ്ത്രം അതുണ്ടാകാൻ പാടില്ല. അത് കൈകാലുകളുടേതാകട്ടെ അവരുടെ മാരടങ്ങളാകട്ടെ പൂർണ്ണമായി മറക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കേണ്ടതുണ്ട് ഓരോ സ്ത്രീകളും ഉമ്മമാരും. എന്നിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. പലപ്പോഴും മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പോലും യോഗ്യതയില്ലാത്ത രീതിയിലേക്ക് മാതാപിതാക്കൾ തരം താഴ്ന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മക്കളെ എങ്ങനെ കുറ്റപ്പെടുത്താൻ? അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ എന്ത് ചെയ്യണം? മാതാപിതാക്കൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്ത്രീ പുരുഷന സങ്കലനങ്ങൾ, അന്യപുരുഷന്മാരുമായി പെൺമക്കള് അത് കൂടിക്കലരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വദ്ദുഖൂൽ അല നിസാ, നിങ്ങൾ സ്ത്രീകളുടെ ഇടയിലേക്ക് പ്രവേശിക്കുന്നത് പുരുഷന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം, കരുതിയിരിക്കണം. അൻസാരികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫറഅയ്തൽ ഹമു, ഭർത്താവിന്റെ സഹോദരൻ, അവനുമായി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവന്റെ കൂടെ ഇരിക്കാൻ പാടുണ്ടോ? അവിടുന്ന് പറഞ്ഞു, അൽ ഹമു വൽ മൗത്ത്, അത് മരണമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ സ്വന്തം വീട്ടിലുള്ള അന്യപുരുഷന്മാരുമായിട്ട് പോലും ഒരുമിച്ചിരിക്കാൻ പാടില്ലെങ്കിൽ, സ്വന്തം വീട്ടിലുള്ള അന്യപുരുഷന്മാരുമായിട്ട് പോലും കൂടിക്കലരാൻ പാടില്ലെങ്കിൽ, പിന്നെ മറ്റ് അന്യപുരുഷന്മാരുമായി കൂടിക്കലരുന്നതിന്റെ വിധി എന്താണ് സഹോദരങ്ങളെ? ഇതൊക്കെ ദീനുൽ ഇസ്ലാമില് ഏതെങ്കിലും പണ്ഡിതന്മാർക്ക് എന്തെങ്കിലുമൊക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അനുവദനീയമാണെന്ന് വാദമുള്ള വല്ല കാര്യമാണോ? ഒരിക്കലുമല്ല. ഇത് മറിച്ച് മുസ്ലിമീങ്ങൾക്ക് ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമാണ്. ഇതിന് യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ടാണ് അവരുടെ മസ്ജിദുള്ളത് വേറെ വേറെയാണ്. ആണും പെണ്ണും ഒരേ സഫിലല്ല നിസ്കരിക്കുന്നത്. മറ്റു പല മത വിശ്വാസികളെയും പോലെ ഒരുമിച്ചിട്ടല്ല ദീനുൽ ഇസ്ലാമിന്റെ ഇബാദത്തുകൾ നടക്കുന്നത്, വേറെ വേറെയാണ് നടക്കുന്നത്. അത്രയും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണത്. അതുപോലെ അന്യപുരുഷന്മാരുമായി ഒറ്റക്കാവുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന സാലിസഹുമാ ശൈത്താൻ, ഒരാണും പെണ്ണും ഒറ്റക്കായാൽ മൂന്നാമത് പിശാചുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കാര്യത്തിലും നമ്മള് മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല. പ്രായപൂർത്തിയെത്തിയ മക്കള് പഠിക്കാൻ അവർ തെരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ അന്യപുരുഷന്മാരുമായി കൂടിക്കലരുന്നതാണ്. ഇതിന്റെ പരിണിത ഫലമല്ലേ പലപ്പോഴും കുട്ടികൾക്ക് പല അഫയേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി, മോശപ്പെട്ട കാര്യങ്ങളൊക്കെ. ഇതിന്റെ തുടക്കം എന്താണ്? ആരാണ് ഇതിന് വളം വെച്ചു കൊടുത്തത്? അവിടെ വളരെ കൃത്യമായി തീപ്പൊരിയും മണ്ണെണ്ണയും ഒരുമിച്ച് വെച്ചിട്ട് അത് കത്തിപ്പോയി എന്ന് പറയുന്നതിൽ അതിൽ പിന്നീട് പരിതപിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. അത് വെവ്വേറെ വെക്കേണ്ട കാര്യം അത് വെവ്വേറെ വെക്കേണ്ടതുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തിൽ ഉണർത്തിയിട്ടുള്ള കാര്യമാണ്. സ്കൂളിന്റെ ക്യാമ്പസുകളിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഇതിൽ പല നമ്മുടെ കുട്ടികളെ പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റി അങ്ങനെ ഇങ്ങനെ പല രൂപത്തിൽ പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് ശാക്തീകരണം കൊടുക്കാനാണെന്ന പേരിൽ ഫെമിനിസ്റ്റുകൾ ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ പറഞ്ഞുകൊണ്ടുവരികയാണ്. ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുക്കേണ്ട എല്ലാ അവകാശങ്ങളും എല്ലാ സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ല. ലൈസ ദക്കറു കല്ലും, ആണും പെണ്ണും ഒരുപോലെയല്ല. ആണ് വേറെയാണ്, പെണ്ണ് വേറെയാണ്. അത് മനുഷ്യ ബുദ്ധിയുള്ള ഏതൊരുത്തരും അറിയുന്ന കാര്യം തന്നെയാണ്. ആണിന് ചെയ്യാൻ പറ്റുന്ന കാര്യം പെണ്ണിന് ചെയ്യാൻ സാധിക്കൂല. പിന്നെ എങ്ങനെയാണ് ആണും പെണ്ണും ഒരുപോലെയാണെന്ന് പറയുന്നത്? പിന്നെ എങ്ങനെയാണ് ആണിനുള്ളതുപോലെ പെണ്ണിനും വേണമെന്ന് വാദിക്കുന്നത്? കാരണം ആണിനുള്ള ശക്തി പെണ്ണിനില്ല, ആണിനുള്ള കഴിവ് പെണ്ണിനില്ല. രണ്ടുപേരുടെയും ശക്തിയും ബുദ്ധിശക്തിയും മാനസികമായ എല്ലാ കാര്യങ്ങളും വ്യത്യാസമാണ്. അതുകൊണ്ടാണ് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളൂ. അവരെ പുറത്തുപോയി ജോലിക്ക് പോകാനോ കുടുംബം നോക്കാനോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏൽപ്പിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ വീട്ടിന്റെ അകത്ത് ഇരുന്നാൽ മതി. വലാ തബറുജന ജാഹിലിയ്യത്തുൽ ഊല, ആദ്യകാലത്ത് ജാഹിലിയ സമൂഹത്തിൽ ഉണ്ടായതുപോലെ പുറത്തിറങ്ങി നിങ്ങളുടെ അലങ്കാര വസ്ത്രങ്ങൾ പുറത്തേക്ക് കാണിക്കുക, അത് നിങ്ങൾ ചെയ്യരുത്.
നിങ്ങൾക്ക് പറ്റിയ പണിയല്ല, മുസ്ലിമീങ്ങൾക്ക് പറ്റിയ പണിയല്ല, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്താണ്. എന്നാൽ ഇവര് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് കൊണ്ടുവരുന്ന കാര്യം എന്താണ്? ഈ പാശ്ചാത്യന്മാർ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? നിങ്ങളിപ്പോ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. ചെറിയ പെൺമക്കൾക്ക് പോലും ഈ വെസ്റ്റേൺ രാജ്യങ്ങളിൽ എന്തില്ല, അവർക്ക് സുരക്ഷയില്ല, അവർ ചൂഷണം ചെയ്യപ്പെടുകയാണ്. കാരണം അവർ നേരത്തെ ഇതൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവർ അത്തരത്തിലുള്ള മോശമായ വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഇന്ന് ഇവിടെ ഇപ്പോൾ വസ്ത്രങ്ങളൊക്കെ മോശമായി തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് 19 വർഷം മുമ്പ് ഇതേ രൂപത്തിലൊക്കെ പോയ നാടുകളാണ് അമേരിക്കയും യൂറോപ്പും ഒക്കെ. അവിടെയുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്താ? എന്തുമാത്രം റേപ്പ് കേസുകളും മറ്റുമൊക്കെയാണ് അമേരിക്ക പോലെയുള്ള വലിയ രാഷ്ട്രങ്ങളായി അറിയപ്പെടുന്ന രാജ്യങ്ങളിൽ മറ്റുമൊക്കെ പുറത്തു വരുന്നത് എന്നുള്ള അത്ഭുതപ്പെട്ടു പോകും. കാരണം അതിന്റെ അവസ്ഥ തുറന്നു കൊടുത്തു. അവരുടെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലേക്ക് ആളുകൾ അധപ്പതിച്ചു പോയി, വളരെ മോശപ്പെട്ടു പോയി. അതുകൊണ്ട് ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങളാണെന്ന് മനസ്സിലാക്കുകയും അള്ളാഹു സദാ അനുസരിക്കപ്പെടണം എന്ന് കൃത്യമായി നമ്മൾ ചിന്തിക്കുകയും വേണം. ഒരിക്കലും തന്നെ സ്ത്രീകളെ വീട്ടിൽ അടിമകളായി ജീവിക്കാൻ ദീനുൽ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അവൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ, അവൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ വീട്ടിലെ റബ്ബുൽ ബൈത്താണ്, റബ്ബത്തുൽ ബൈത്താണ്, വീട്ടിലെ മക്കളെ വളർത്തുന്ന വലിയ പങ്കുള്ള ആളാണ് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. അതുപോലെ എൻ്റെ സഹോദരങ്ങൾ, അവസാനമായി 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ അവർക്ക് ഏറ്റവും നല്ല കൂട്ടുകാരെ നിങ്ങൾ നൽകണം. നല്ല കൂട്ടുകെട്ടാണ് അവർക്ക് നൽകേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ മർഉ അലാ ദീനി ഖലീലിഹി എന്നാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അയാളുടെ കൂട്ടുകാരുടെ മതത്തിലായിരിക്കും. അതുകൊണ്ട് ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, നിങ്ങൾ ആരോടൊപ്പമാണ് കൂടെ ഇരിക്കുന്നത് എന്ന് ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോൾ മക്കൾ പയച്ചു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അവരുടെ കൂട്ടുകാരാണ്. അത് അവർ ഹറാമുകളിലേക്ക് പോകുന്നതിനാകട്ടെ, അവർ മതം തന്നെ ഉപേക്ഷിച്ച് പോകുന്നതാകട്ടെ, ഇതിന്റെ പിന്നിൽ ഒരു കൂട്ടുകാരനുണ്ടാകാം. ചിലപ്പോൾ അത് ഓഫ്ലൈൻ കൂട്ടുകാരൻ, നേരിട്ട് കാണുന്ന കൂട്ടുകാരനുണ്ടാകാം, ചിലപ്പോൾ ഓൺലൈൻ കൂട്ടുകാരനായിരിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം വളരെ പ്രസക്തമായ കാര്യം, ഇന്ന് പുലർന്നു കാണുന്ന കാര്യമാണ്. അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. കൂട്ടുകാരൻ സിഗരറ്റ് വലിക്കുന്നവനാണോ, ഇവന് സ്വാഭാവികമായി സിഗരറ്റ് വലിക്കുന്നവനായിരിക്കും. കൂട്ടുകാരൻ ലഹരി ഉപയോഗിക്കുന്നവനാണോ, ഇവനും ലഹരി ഉപയോഗിക്കുന്നവനായിരിക്കും. എന്നാൽ കൂട്ടുകാരൻ 5 നേരം നിസ്കരിക്കുന്നവനാണോ, ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോകുന്നവനാണോ, എങ്കിൽ ഇവനെയും നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇത് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണത്തിലൂടെ പറഞ്ഞു. അവിടെ ഉദാഹരണം പറഞ്ഞത് 2 ആളുകളെ കുറിച്ചിട്ടാണ്. ഒരു അത്തർ കച്ചവടക്കാരനും അതുപോലെ ഉലയിൽ ഊതുന്ന ഒരുവന്റെ ഉപമ. അത്തർ കച്ചവടക്കാരനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവന്റെ അടുത്ത് പോയ 3 ഗുണങ്ങളുണ്ട്. ഒന്നുകിൽ നിനക്ക് അത്തർ വാങ്ങാം, അതല്ലെങ്കിൽ അവൻ ചിലപ്പോൾ നിനക്ക് ഹദിയായിട്ട് വല്ല അത്തറും തരും. ഒന്നുമില്ലെങ്കിൽ, അവനൊന്നും തന്നിട്ടില്ല, നീ ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ നല്ല മണമെങ്കിലും അവിടെ കിട്ടും. നല്ല കൂട്ടുകാരന്റെ ഉടമയായിട്ട് പറഞ്ഞതാണ്. നല്ല കൂട്ടുകാരന്റെ അടുത്ത് പോയാൽ ഒന്നുകിൽ അവന് നല്ല ഗുണം നിനക്ക് കിട്ടും, അത് നീ ചോദിച്ചു വാങ്ങാം, അല്ലെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് നിനക്ക് അത് ലഭിക്കുന്നതായിരിക്കും. അതിന്റെ ഗുണം എങ്ങനെയായാലും അവന്റെ അടുക്കൽ പോയി ഇരുന്നാൽ കിട്ടും. ഒരു മോശം നിനക്ക് എന്തായാലും ഉണ്ടാവുകയില്ല. എന്നാൽ മോശം കൂട്ടുകാരനെ അവിടെ നിന്ന് ഉപമിച്ചത് ഉലയിൽ ഊതുന്ന ഒരു കൊല്ലപ്പണിക്കാരനെ പോലെയാണ്. ആ ജോലി മോശമൊന്നുമല്ല, പക്ഷേ ആ ജോലിയുടെ ചില കാര്യങ്ങൾ പറയാണ്. അവൻ ഉലയിൽ ഊതുമ്പോൾ ഒന്നുകിൽ നീ അടുത്തു പോയി നിന്ന് കഴിഞ്ഞാൽ അവന്റെ തീപ്പൊരികൾ നിന്റെ വസ്ത്രത്തെ കരിച്ചു കളയും, അതല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ദുർഗന്ധം നിനക്ക് അവിടെ നിന്ന് വമിക്കേണ്ടി വരും, അത് ആസ്വദിക്കേണ്ടി വരും. അപ്പൊ ഈ നിലക്കാണ് ഒരു മോശം കൂട്ടുകാരൻ. ഒന്നുകിൽ നിനക്ക് ഒരു ഉപകാരം ലഭിക്കുകയില്ല, നിന്റെ നന്മകളെ മുടക്കുന്നവനായിരിക്കും, അതല്ലെങ്കിൽ അവനിലുള്ള ഷറുകൾ നിന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഏത് നിലക്കും സഹോദരങ്ങളെ ഉപദ്രവം തന്നെയാണ്. അതുകൊണ്ട് മക്കളുടെ കൂട്ടുകാർ, അത് മക്കൾ ഏത് സ്കൂളിൽ ചേർക്കണം, അവിടെ നിങ്ങൾ നോക്കേണ്ട അവിടുത്തെ അവസ്ഥ എന്താണ് അവിടുത്തെ മക്കളുടെ അവസ്ഥ, ഇത് പഠിക്കണം. കാരണം പല സ്കൂളുകളും ഇന്ന് ലഹരിയുടെ മാഫിയകളുടെ കയ്യിലായി കഴിഞ്ഞിരിക്കുന്നു. അധ്യാപകർ കൈമലർത്തുകയാണ്, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നത്, അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതിൽ നിന്ന് കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇവിടെ ഗവൺമെന്റ് തന്നെ അതിനുവേണ്ടി സഹായങ്ങൾ ചെയ്തതായിട്ടാണ് പലപ്പോഴും വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഒരു ഗവൺമെന്റും വരികയില്ല, ഒരു അധ്യാപകന്മാരും വരികയില്ല. നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. നമ്മൾ ഏത് പള്ളിക്കൂടത്തിൽ പറഞ്ഞയക്കണം, എവിടെ അയക്കണം, നമ്മുടെ പെൺമക്കളെയും ആൺമക്കളെയും എവിടെ അയക്കണം. പല ആളുകളൊന്നും ശ്രദ്ധിക്കാതെ മക്കൾ പഠിക്കണം, ബാംഗ്ലൂരിൽ പറഞ്ഞയക്കുക, ചെന്നൈയിലേക്ക് പറഞ്ഞയക്കുക, ആരുടെ കൂടെയാണ്, ഏത് റൂമിലാണ് പോകുന്നത്, ആരാണ് അവിടെ കൂട്ടുകാർ, ചിന്തിക്കുന്നില്ല. എന്നിട്ട് അവസാനം കരയുകയാണ്. മക്കൾ ഇത് അന്യമതസ്ഥന്റെ കൂടെ ഒളിച്ചോടിപ്പോയി, ഇന്നയാൾ പോയി, അവന്റെ നിസ്കാരം പോയി, അവൻ ഇത്ര വലിയ MDMA വലിയ റാക്കറ്റ് ആയിരുന്നു, അതിന്റെ സപ്ലയർ ആണ്. പിൽക്കാലത്ത് കുറെ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ വാർത്ത കേൾക്കുമ്പോൾ ഇങ്ങനെ വിരൽ കഴിച്ചിട്ട് മണ്ടന്മാരായി പോകരുത് മുസ്ലിം ഉമ്മത്ത്. ഇതെവിടെ പറഞ്ഞയക്കുന്നു, അവിടെ എന്തൊക്കെ നടക്കുന്നു, അതിനെക്കുറിച്ചിട്ടൊരു പ്രാഥമികമായ അറിവെങ്കിലും ഉണ്ടാകണ്ടേ. അവിടെ പോയി കഴിഞ്ഞാൽ ഇത് സംഭവിക്കും. ഇതൊക്കെ അങ്ങനെ മറക്കാണ്. തല മരവിച്ചതുപോലെ മക്കൾക്ക് പഠനം വേണം എന്ന് ചിന്തിക്കുമ്പോഴേക്കും ഈ ദീനിന്റെ മുഴുവൻ കാര്യങ്ങളെയും മറന്നു പോകുകയാണ്. അതിന്റെ ദുനിയാവിൽ നിന്ന് കിട്ടുന്ന ഒരു ശിക്ഷയായിട്ട് വേണം നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിൽ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ആരെയാണ് കൂട്ടുകാർ? ഇന്നത്തെ മക്കളുടെ ഏറ്റവും വലിയ അതായത് കൂട്ടുകാർ പുറത്തൊന്നും ഇല്ലെങ്കിലും ഇന്ന് ഈ കാണുന്ന ഈ മൊബൈൽ ഫോണ്
അത് അവരുടെ വലിയൊരു കൂട്ടുകാരായി തീരുന്നുണ്ട്. ആ മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു കടിഞ്ഞാണ് മാതാപിതാക്കൾ ഇടണം. കാരണം പല മക്കളും വഴിതെറ്റി പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, കാരണം അവരെ പിടികൂടുന്നത് ഇത്തരം സോഷ്യൽ മീഡിയ ആപ്പുകളിലൂടെയാണ്, ഇൻസ്റ്റാഗ്രാമിലൂടെയും അതുപോലെ സ്നാപ്ചാറ്റിലൂടെയും ഇതേപോലെയുള്ള പല കാര്യങ്ങളിലും മാതാപിതാക്കൾ ഇതിനെക്കുറിച്ചിട്ട് കാര്യമായി അറിയുന്നില്ല. മാതാപിതാക്കൾ ഇങ്ങനെ ഫോൺ കൊടുക്കാൻ, മാതാപിതാക്കൾ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉൽമാണ്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്മാർട്ട് ഫോൺ വാങ്ങുക എന്നുള്ളതല്ലാതെ അതിന്റെ ഒരു സെറ്റിങ്സ് ഇവർക്ക് അറിയില്ല. എന്നാൽ ഈ കുട്ടികൾക്ക് അറിയാം ഈ ആപ്പുകൾ എവിടെ ഒളിപ്പിക്കണം, ഇതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് കൃത്യമായി അറിയാം. ഈ സാധുവായ ഉമ്മയുടെ ഫോണിൽ തന്നെ ആയിരിക്കും ഈ കുട്ടിക്ക് വേണ്ട എല്ലാ തോന്നിവാസങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. പക്ഷെ ഇവള് നോക്കിയാൽ കാണുകയില്ല, ഈ ഉമ്മ നോക്കിയാൽ കാണുകയില്ല, ഈ ഉപ്പ നോക്കിയാൽ കാണുകയില്ല. എന്നാൽ ഇവൻ അതറിയാം. അതുകൊണ്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കലായിരിക്കും നിങ്ങൾക്ക് നന്നാവുക. അതല്ലെങ്കിൽ മക്കൾക്ക് നിങ്ങൾ നൽകരുത്. മക്കൾക്ക് ആവശ്യമുണ്ടോ? ഇന്ന് ഓൺലൈൻ സ്റ്റഡി തുടങ്ങിയതിനു ശേഷം കുട്ടികൾക്ക് വലിയ ആ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. കൊറോണ കാലഘട്ടത്തിന് ശേഷം കുട്ടികൾക്ക് ഫോൺ ഓൺലൈൻ ക്ലാസ്സുകളായി, അങ്ങനെയായി, മദ്രസ ഓൺലൈനിലായി, ട്യൂഷൻ ഓൺലൈനിലായി, എല്ലാ കാര്യങ്ങളും ഓൺലൈനാണ്. അതിന്റെ പേരിൽ നിരുപാധികം ഫോൺ കൊടുക്കാൻ. ഫോൺ കൊടുക്കുമ്പോൾ പല കുട്ടികളും തന്ത്രമാണ്. ഓൺലൈൻ ക്ലാസ് ഒരു സ്ഥലത്തുണ്ടാവും, അത് മാതാപിതാക്കൾ വരുമ്പോഴേക്കും അവരത് മിനിമൈസ് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടാകും. ഇത് മാതാപിതാക്കൾ അറിയുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ വലിയ രീതിയിൽ ഓൺലൈനിലൊക്കെ പഠിപ്പിച്ച് വലിയ ഉഷാറാക്കുന്നത്, നിങ്ങളുടെ നിരീക്ഷണം ഇല്ലെങ്കിൽ ഇതിലൊന്നും വലിയ കാര്യമില്ല. അതിനുവേണ്ട സംവിധാനം, നമ്മൾ ആരും ഓൺലൈനിൽ കിട്ടുന്ന ഉപകാരങ്ങൾ ഒഴിവാക്കണം എന്നൊന്നല്ല പറയുന്നത്. ഒരുപാട് നന്മകളുണ്ട്. ഒരാൾക്ക് നന്മയുടെ ഉയരങ്ങളിലേക്ക് എത്താൻ ഇതിൽ സംവിധാനങ്ങളുണ്ട്. പക്ഷേ അതിന്റെ കഠിനം നിന്റെ കയ്യിലുണ്ടാകണം. എവിടെ പോകുന്നു, എന്താണ് കാണുന്നത്, അതറിയാനുള്ള മാർഗം നിനക്ക് ഉണ്ടാകണം. അവൻ എന്തൊക്കെ കണ്ടിട്ടുണ്ട്, എന്തൊക്കെ നോക്കിയിട്ടുണ്ട്, അതൊന്നും അറിയാനുള്ള മാർഗമില്ല, അതിനുള്ള വിവരമില്ലെങ്കിൽ മക്കളെ നിങ്ങൾ പഴപ്പിക്കാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. നന്മ കിട്ടുമെന്ന് പറഞ്ഞ് പഴപ്പിക്കാതിരിക്കുക. അതുകൊണ്ട് മാതാപിതാക്കൾ അത് കൃത്യമായ എന്ത് ചെയ്യണം, നിയന്ത്രണങ്ങൾ ആ വിഷയത്തിൽ എന്ത് ചെയ്യണം, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ സഹോദരങ്ങൾ, അവസാനമായി പറയാനുള്ളത്, മാതാപിതാക്കൾ നല്ല മാതൃകളാവുക എന്നുള്ളതാണ്. ഒരു ഖുദ്വത്തുൽ ഹസന മാതാപിതാക്കളാവുക. മാതാപിതാക്കൾ തന്നെ ദീനിയായിട്ടുള്ള ഒരു നല്ല മാതൃകയായിട്ട് അവർക്ക് തീരുന്നില്ല എങ്കിൽ ഒരിക്കലും തന്നെ ഏത് ഉസ്താദ് വന്ന് പറഞ്ഞാലും ശരി, എത്ര നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാലും ശരി, മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കുക. ദീനിനോടുള്ള താല്പര്യത്തിന്റെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് വലിയ താല്പര്യമില്ല. മാതാപിതാക്കൾ ദീനിന്റെ സദസ്സുകളിൽ പോവുകയോ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികൾക്ക് വെച്ചു കൊടുക്കുകയോ, ഇതിന് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. ഒരാൾക്ക് കിലോമീറ്റർ കണക്കിന് യാത്ര ചെയ്ത് പോകേണ്ട കാര്യത്തിന് പകരം ഇന്നിതിപ്പോ ഈ പരിപാടി ലൈവായിട്ട് കേൾക്കുന്ന ആൾക്കാർ, അവർക്കത് കേൾക്കാം, നാളെ റെക്കോർഡായിട്ട് കേൾക്കാം. ഒരാൾക്കൊരു വിഷയം പൂർണ്ണമായി പഠിക്കണമെങ്കിൽ അത് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് പൂർണ്ണമായി പഠിക്കാം, അവിടെ ഇരുന്നു കൊണ്ട് പഠിക്കാം, അറബി ഭാഷ പഠിക്കാം, ഖുർആൻ പഠിക്കാം, തജ്വീദ് പഠിക്കാം, അഖീദ പഠിക്കാം, ഫിഖ്ഹ് പഠിക്കാം. ഇതെല്ലാം സംവിധാനങ്ങളുണ്ട്. ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു സ്ക്രീൻ വീട്ടിൽ വാങ്ങി കുട്ടികൾ ഇരുന്ന് എഴുതി പഠിക്കാൻ 1 മണിക്കൂർ തീരുമാനിക്കുകയാണെങ്കിൽ എന്ത് നല്ല കാര്യമാണ്. അതിന് മാതാപിതാക്കൾ അതിന് മുൻനിരയിൽ നിന്ന് അതിനോട് താല്പര്യം കാണിക്കുകയാണ്, മക്കൾക്കും അതിന് താല്പര്യം ഉണ്ടാകും. മാതാപിതാക്കൾ തന്നെ ബിഗ് ബോസ് കാണുന്ന തിരക്കിലാണ്, സീരിയലുകൾ കാണുന്ന തിരക്കിലാണ്, അതുപോലെയുള്ള കാര്യങ്ങൾ കാണുന്ന തിരക്കിലാണ്. അങ്ങനെ മാതാപിതാക്കൾ മാതൃകയാകാം. നിങ്ങൾ അത് കാണരുത്, നിങ്ങൾ അത് വെക്കരുത്, നിങ്ങൾ പാട്ട് കേൾക്കരുത്, നിങ്ങൾ സിനിമ കേൾക്കരുത് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഇപ്പുറത്ത് സിനിമ കാണുന്നത് കുട്ടികൾ കണ്ടാൽ അവരത് സ്വീകരിക്കുകയില്ല. നിസ്കാരത്തിന്റെ വിഷയം അങ്ങനെ തന്നെ. ബാങ്ക് കേൾക്കുമ്പോൾ ഉപ്പ കിടന്നുറങ്ങാൻ, ഉമ്മ കിടന്നുറങ്ങാൻ, അത് തോന്നുമ്പോൾ 7 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാൻ, പിന്നെ അങ്ങനെയുള്ള കുട്ടിയോട് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടി ചിന്തിക്കും. കുട്ടിക്ക് ബുദ്ധിയില്ലാത്തവരല്ല, അവർ ചിന്തിക്കും ഇവരെന്നെ എപ്പോഴൊക്കെ ചോദിച്ച് നിസ്കരിക്കണം, ഇവരാണോ എന്നോട് പറയുന്നത്. ഇനി ഖുർആന്റെ കാര്യത്തിൽ നമ്മൾ വീട്ടിലൊരു ഖുർആൻ പാരായണമില്ല, ഖുർആനുമായി ബന്ധപ്പെട്ട് ഇനി മക്കളോട് ഖുർആൻ ഓതണം, മദ്രസയിൽ പോകണം എന്ന് പറയുമ്പോൾ മക്കൾ വിചാരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൽപ്പിക്കുന്ന ആൾ ഒന്നും ഇവിടെ ചെയ്യുന്നില്ലല്ലോ, ഖുർആൻ ഓതുന്നില്ല, ഇവിടെ ദിക്റില്ല, ഇവിടെ ഒന്നുമില്ല. ഇനി അതുപോലെ എന്നോട് ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ഇയാൾ തന്നെ സിഗരറ്റ് വലിക്കണ്ടല്ലോ, ഞാൻ സിഗരറ്റിനേക്കാളും കുറച്ച് കൂടുതൽ കെമിക്കൽ ഉപയോഗിക്കുന്നു, അത്രേ വ്യത്യാസമുള്ളൂ, കാരണം ഇവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അവരങ്ങനെ ചിന്തിക്കുന്നത്. അപ്പൊ നിനക്കൊരു മകനോട് ഒരു ലഹരി പോലും വിരോധിക്കാൻ നിനക്ക് സാധിക്കില്ല, നീ ഒരു സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ. അപ്പൊ എങ്ങനെയാണ് നിനക്ക്, നീ ഒരു മാതൃക ഇല്ലാതെ എങ്ങനെ നിനക്ക് സാധിക്കും? നീ പലിശക്കാരനാണ്, നീ അങ്ങനെയുള്ള ഹറാമുകൾ ചെയ്യുന്നു, നിന്റെ വീട്ടിൽ TV ഉണ്ട്, സിനിമയുണ്ട്, സിനിമക്ക് പോകുന്നു. ഇതിനിടയിൽ എങ്ങനെ നിനക്ക് കുട്ടിയോട് ഈ കാര്യങ്ങൾ പറയാൻ പറ്റും? കുട്ടികൾ ബുദ്ധിയുള്ളവരല്ല, അവർ ചിന്തിക്കയില്ലേ ഇയാളും ഇത് ചെയ്യുന്നുണ്ട്, പിന്നെ എങ്ങനെ എന്നോട് വിലക്കുന്നു? ഇത് ഗൗരവമുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ, ഇത് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ ഇയാളും അത് ഉപേക്ഷിക്കില്ലേ? കുട്ടി ചിന്തിക്കും. സ്വാഭാവികമായിട്ടും ഒരു കാര്യം ചെയ്യാത്ത ഒരാളുടെ ഉപദേശങ്ങൾ ഒരാൾക്ക് സ്വീകരിക്കാൻ ഒരിക്കലും തോന്നുകയില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിൽ ചോദിച്ച കാര്യമാണ്. അതഅമുറൂന അന്നാസ ബിൽ ബിർരി വതൻസൂന അൻഫുസകും വഅൻതും തത്ലൂന കിതാബ് അഫലാ തഅഖിലൂൻ. നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ അത് മറന്നു പോവുകയും ചെയ്യുന്നു, നിങ്ങൾ അങ്ങനെ കിതാബ് പാരായണം ചെയ്യുന്നവരുമാണ്, ചിന്തിക്കുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മക്കളുടെ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന വിഷയമാകട്ടെ, അതല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളാകട്ടെ, ശരിക്കും ശ്രദ്ധിക്കണം. മഹറുമായി ബന്ധപ്പെട്ട വിഷയം പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അന്യപുരുഷന്മാരുമായി സ്ത്രീകൾ ഒറ്റക്കാകാൻ പാടില്ല.
ഇത് പലപ്പോഴും ഈ കസിൻ കൾച്ചർ പലർക്കും അത് അറിയാനിട്ടാണോ അതല്ല അറിയാത്ത കളി കളിക്കുന്നതാണോ എന്ന് മനസ്സിലാവുന്നില്ല. ഈ ഒരു ഉപ്പയുടെ സഹോദരന്റെ മക്കള്, ആൺമക്കള്, ആ വ്യക്തിയുടെ പെൺമക്കൾക്ക് ബ്രദേഴ്സ് അല്ല, കസിൻ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രദേഴ്സ് അല്ല, അത് വേറെയാണ്. അവർക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാം, അവർക്ക് ഒരുമിച്ച് യാത്ര ചെയ്തുകൂടാ, അവർക്ക് ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ചുകൂടാ. ഇത് അറിയേണ്ട കാര്യമാണ്. ഇത് അറിയാത്തതിന്റെ പരിണിത ഫലം ഇന്ന് ആളുകൾ പലപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അത് പുറത്തേക്ക് പറയാൻ മടിയായത് കൊണ്ട് പലപ്പോഴും പറയുന്നില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ താക്കീത് ചെയ്ത കാര്യമാണ്, നിഷിദ്ധമാണെന്ന് പറഞ്ഞ കാര്യമാണ്. അൽ ഹമു വൽ മൗത്ത്, മരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ബന്ധുക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ മരണം തന്നെയാണ് പലപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അഭിമാനം പോവുകയാണ്. സ്വന്തം ഉപ്പയുടെ മകൻ ഇവളെ ചൂഷണം ചെയ്തു, അല്ലെങ്കിൽ ഉമ്മയുടെ അനിയന്റെ മകൻ ഇവനെ ചൂഷണം ചെയ്തു. ഇത് പുറത്തേക്ക് പറയാൻ കൊള്ളാത്ത കാര്യമാണ്. ഇത് പറയാൻ പലരും മടിക്കുകയാണ്, എന്നാലും പഠിക്കുകയില്ല. ഇത് നമ്മളെ കുടുംബമാണ്, കുടുംബമാകുമ്പോൾ അങ്ങനെ വേറെ ഇല്ല, എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതൊക്കെ എന്തോ കുടുംബ ബന്ധം അതിന്റെ ഭാഗമാണെന്ന് ആളുകൾ മനസ്സിലാക്കുകയാണ്. അന്യ പുരുഷന്മാരുമായി അന്യ സ്ത്രീകളുമായി അവർ വേറെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ഒരുമിച്ചിട്ടല്ല യാത്ര പോകേണ്ടത്. അവർ ഒരുമിച്ച് കൈകൊടുക്കാനോ ഒരുമിച്ച് ഇരിക്കാനോ ഒരുമിച്ച് യാത്ര ചെയ്യാനോ ചെയ്യേണ്ട ആളുകളല്ല. അവർ അന്യ പുരുഷന്മാരാണ്, അവർ കുടുംബക്കാരാണ്, ബന്ധമുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷേ ആണും പെണ്ണും അത് വേറെ തന്നെയാണ്. സ്വന്തം ജ്യേഷ്ഠനെയും അനിയത്തിയും പോലെ ആവുകയില്ല ഈ കസിൻ ബ്രദേഴ്സും സിസ്റ്റേഴ്സും. അത് ദീനുൽ ഇസ്ലാമിൽ നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും ഒരു മദ്ഹബിലോ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമല്ല. ഇതൊരു ദീനിന്റെ ഒരു മേഖലയിലും ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമല്ല. ഇത് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന കാര്യമാണ്. എന്നിട്ട് പോലും സമൂഹം ഇത്തരം കാര്യങ്ങളിൽ അലംഭാവം കാണിക്കുന്നു എന്നത് വലിയ ഖേദകരമായ കാര്യമാണ്. അതിന്റെ ഒരുപാട് പരിണിത ഫലങ്ങൾ അനുഭവിച്ചിട്ടും തിക്തഫലങ്ങൾ അനുഭവിച്ചിട്ടും അത് പാഠം പഠിക്കുന്നില്ല എന്നുള്ളത് വലിയ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ, ദീനിന്റെ കാര്യങ്ങൾ, സഹോദരങ്ങളെ, നമ്മൾ സ്വയം നന്നാവുകയും മക്കൾക്കത് പകർന്നു കൊടുക്കുകയും ഈ ആധുനിക സമൂഹത്തിൽ വളരെ ഗൗരവത്തിൽ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുകയും വേണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മക്കളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവിടെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾക്ക് അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരുടെ ഖബറുകൾ വിശാലമാക്കുകയും നാളെ അവരെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മുടെ വീട്ടിലുണ്ട്, കുടുംബത്തിലുണ്ട്, അയൽപ്പക്കങ്ങളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വേദനകൾക്ക് ആശ്വാസവും അവരുടെ രോഗങ്ങൾക്ക് ശിഫായും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. കടം കൊണ്ടും സാമ്പത്തികമായ വലിയ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വീട്ടിലുണ്ട്, കുടുംബത്തിലുണ്ട്, അയൽപ്പക്കങ്ങളിലുണ്ട്, നാടുകളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ നീക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സഹോദരങ്ങളെ, അടുത്ത സെഷന് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് വേഗത്തിൽ തിരിച്ചു വരിക.